രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുകയാണ്. ചർച്ചയിൽ നമ്മളോടൊപ്പം എ വിജയരാഘവൻ LDF കൺവീനർ, KVS ഹരിദാസ് BJP, BRM ഷഫീർ കോൺഗ്രസ് നേതാവ്, EP അനിൽകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ, ഒപ്പം വയനാടിന്റെ LDF സ്ഥാനാർത്ഥി PP സുനീറും നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേർന്നു. ഞാൻ ആദ്യം ഈ ചർച്ചയിൽ PP സുനീറിലേക്ക് പോവുകയാണ്. സുനീർ വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയ ആളാണ്. സുനീറും LDF സ്ഥാനാർത്ഥികൾക്കൊപ്പം വളരെ പ്രസക്തമായ മുദ്രാവാക്യങ്ങളും വളരെ നിർണായകമായ രാഷ്ട്രീയ സന്ദേശങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുമ്പോഴാണ് BJPയെ മുഖ്യ ശത്രുവെന്നും നരേന്ദ്രമോദി തോൽപ്പിക്കപ്പെടേണ്ട വ്യക്തിയെന്നും വലിയ ചർച്ച ഉയർത്തിയിരുന്ന ഒരു പാർട്ടിയുടെ നേതാവ് വയനാട്ടിലേക്ക് മത്സരിക്കാനെത്തുന്നത്. എന്താണ് വയനാടിന്റെ പ്രതികരണം സുനീർ? തീർച്ചയായും വളരെ നിരാശാജനകമാണ് വയനാട്ടിലെ ജനങ്ങളുടെ പ്രതികരണം. ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് മഹാഭൂരിപക്ഷം പേര് വിശ്വസിച്ചിരുന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇത്രയും ദീർഘവീക്ഷണമില്ലാത്ത ഒരു നിലപാട് ഈ കാലഘട്ടത്തിലെടുത്തത് മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളെയും നിരാശപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും അതിന്റെ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ കൂട്ടുന്നത്. സുനീർ, ഒരു കാര്യം കൂടി, ഒരു താരപ്രഭവ കൊണ്ട് അട്ടിമറിക്കാൻ കഴിയുന്ന നിലയിലേക്കാണോ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സ്ഥിതി? എന്താണ് ഒരു LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇക്കാര്യത്തിനോട് ഉള്ള സുനീറിന്റെ ഒരു വിലയിരുത്തൽ? അങ്ങനെ ഒരു ആൾ വന്ന് മത്സരിച്ചാൽ തകിടം മറിഞ്ഞു പോകുന്ന നിലയിലേക്കാണോ കാര്യങ്ങളുള്ളത്? വയനാടിന്റെ ഒരു പൊതുസ്ഥിതിയും വോട്ടിന്റെ വിലയിരുത്തലും കണക്കുകളും ഒക്കെ എങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇതിനോടകം ഒരു ധാരണ സുനീറിനുള്ളത്? തീർച്ചയായും കോൺഗ്രസിന്റെ ഒരു ഗ്രൂപ്പ് വർക്കിന്റെ ഭാഗമായുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ ചില നേതാക്കളുടെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഒരു മതേതര ജനാധിപത്യ മുന്നേറ്റത്തെ തകർക്കുകയും രാഹുൽ ഗാന്ധിയെ പോലെ ഒരു വ്യക്തിയെ ഇത്തരത്തിലുള്ള ഒരു മത്സരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തതിലൂടെ ഒരുപാട് അനീതിയാണ് ജനങ്ങളോടും ഈ മുന്നേറ്റത്തിനോടും കോൺഗ്രസ് നേതൃത്വം ചെയ്തത്. വയനാടും അത്തരത്തിലുള്ള അഗറ്റി പോലെയുള്ള മഹാഭൂരിപക്ഷ നിരക്ഷരരുള്ള അല്ലെങ്കിൽ ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്ത് പോലും അദ്ദേഹത്തെ പോലെ ഒരാള് സ്വീകാര്യനല്ല എന്ന സാഹചര്യം വരുമ്പോൾ കേരളം പോലെയുള്ള സാക്ഷരതയിലും രാഷ്ട്രീയ പൂർണ്ണതയിലും ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനത്ത് ജനങ്ങൾ എങ്ങനെ അദ്ദേഹത്തെ സ്വീകരിക്കും? തീർച്ചയായും ഇത് പരിശോധിച്ച് തിരിച്ചറിയാനുള്ള വിവേകശാലികളായ വിവേചന ബുദ്ധിയുള്ള ജനങ്ങളാണ് കേരളത്തിലെ വോട്ടർമാർ. വയനാട്ടിൽ നിരാശയായിരിക്കും അദ്ദേഹത്തിന്. ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വോട്ടറിനോ അത് വയനാട്ടിലായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സുനീറ, NDAയുടെ അല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ചിത്രം ഒരു എതിർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സുനീറിനെങ്കിലും വ്യക്തമാണോ വയനാട്ടിൽ? ഇതുപോലെ തന്നെ 2020 അനിശ്ചിതത്വം കോൺഗ്രസിൽ നിന്നാണ് നീങ്ങിയിട്ട് NDA ഇപ്പോഴും മാറ്റി പല കാര്യങ്ങളും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും അതൊന്നും തന്നെ വയനാട്ടിൽ അത്ര പ്രസക്തമായ ഒരു മത്സരത്തിനുള്ള സാധ്യത കഴിഞ്ഞ കാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ NDA മുന്നണിക്ക് ഇല്ലാത്ത ഒരു മണ്ഡലമാണ് വയനാട്. ഇവിടെ ഇടതുപക്ഷവും UDFും തമ്മിൽ തന്നെയായിരിക്കും ശക്തമായ മത്സരം വരാൻ പോകുന്നത്. ശരി സുനീർ, തെരഞ്ഞെടുപ്പ് തിരക്കിലാണെന്നറിയാം. അല്പസമയം കൂടി ടെലിഫോണിൽ ഞങ്ങളോടൊപ്പം തുടരുക. ഇപ്പോൾ A വിജയരാഘവനിലേക്ക് പോവുകയാണ്, LDF കൺവീനർ. വിജയരാഘവൻ, 20-ൽ ഒരാൾ മാത്രമാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതികരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതിനോടകം നടത്തിക്കഴിഞ്ഞു. എങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ നിർണായകമായ രാഷ്ട്രീയ പോരാട്ടത്തിൽ കേരളത്തിലെ LDF ആശങ്കപ്പെടുന്നുണ്ടോ രാഹുൽ ഗാന്ധിയുടെ വരവിനെ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഒരുതരം ആശങ്കയും ഉയർത്തുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് നമ്മുടെ പൊതു സാമൂഹ്യ മേഖലയിൽ രാഹുൽ ഗാന്ധി വരുന്നു എന്നുള്ള ഒരു പ്രചരണം നേരത്തെ വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നാടകീയത എന്നത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രവേശനത്തിന് ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് ആ നാടകീയ ഭാവങ്ങളെയെല്ലാം കൃത്യമായിട്ട് നടപ്പിലാക്കാനാണ് കോൺഗ്രസ് തയ്യാറായത്. അങ്ങനെ അതിൻ്റെ ഒരു തുടർച്ചയിൽ ഇപ്പോൾ വടകര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കുക, വയനാട്ടിൽ പ്രഖ്യാപിക്കാതിരിക്കുക, അപ്പോൾ അങ്ങനെയുള്ള ഈ നാടകീയതയ്ക്കൊന്നും രാജ്യത്ത് ബഹുജനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയില്ല. രാഹുൽ ഗാന്ധിക്ക് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയം ആവശ്യപ്പെടുന്ന നേതൃത്വ പക്വത ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ തീരുമാനമാണ് ഇപ്പോഴത്തെ ഈ തീരുമാനത്തിലൂടെ വന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് എളുപ്പവഴിക്ക് കുറച്ച് സീറ്റ് കിട്ടും രാഹുൽ ഗാന്ധിയുടെ മത്സരം വഴി എന്ന് ഏതോ കേരളത്തിലെ നേതാക്കൾ പറഞ്ഞത് കണ്ണുമടച്ച് വിശ്വസിച്ചാണ് അദ്ദേഹം കേരളത്തിലേക്ക് മത്സരിക്കാൻ വന്നിരിക്കുന്നത്. പക്ഷേ കേരളം വേറിട്ട വഴിയിൽ സഞ്ചരിച്ച ഒരു സംസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും മൗലികമായ രാഷ്ട്രീയ വിഷയങ്ങൾ കേരളം ചർച്ച ചെയ്യും. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും BJPക്കെതിരായി രാജ്യത്ത് രൂപപ്പെട്ടു വരേണ്ട വലിയ മതേതര ബദലിൽ ഒന്നിച്ചു നിൽക്കുന്നതിനു പകരം ഇടതുപക്ഷ വിരുദ്ധമായ പ്രവർത്തനത്തിന്റെ നേതൃത്വം ആഗ്രഹിക്കുന്നു
എന്ന് വരുമ്പോഴുണ്ടാവുന്ന വിഷയങ്ങളുണ്ട്. അത് കോൺഗ്രസിന് തിരിച്ചടിയാണ് അതുവഴി ഉണ്ടാവുക. രാഹുൽ ഗാന്ധിക്കും ആ നിലയിൽ തന്നെ കടുത്ത മത്സരമായിരിക്കും ഈ കേരളത്തിൽ നേരിടേണ്ടി വരിക. 20 മണ്ഡലങ്ങളിലും കടുത്ത മത്സരങ്ങൾ നടത്തുകയും അതിൽ മഹാഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം ജയിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഇടതുപക്ഷം കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ പക്വതയ്ക്ക് ജനങ്ങൾ അംഗീകാരം നൽകും. രാജ്യത്തിന് ഉതകുന്ന രാഷ്ട്രീയ നിലപാടാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിച്ചതും പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചതും. അത് തള്ളിമാറ്റുകയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷാനുകൂലമായി കേരളം ചിന്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിജയരാഘവൻ, അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വളരെ സുപ്രധാനമായതും തന്ത്രപരമായതുമായ തീരുമാനങ്ങൾ CPIM-ഉം കൈക്കൊള്ളേണ്ട ഒരു സമയമല്ലേ ഇത്? സഖ്യസാധ്യതകളെ കുറിച്ചും ഒന്നാമത് UPA മോഡൽ ഗവൺമെന്റിനെ കുറിച്ചും ഒക്കെ സാധാരണക്കാരും LDF-ന്റെയും അതുപോലെ UDF-ന്റെയും ക്യാമ്പയിനുകളിൽ സാധാരണക്കാരനും ചർച്ച ചെയ്യുകയായിരുന്നു ഇത്തരം സഖ്യസാധ്യതകൾ, മോദിക്കെതിരായ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം. ഇതൊക്കെയും ഈ ഘട്ടം അതിനുകൂടി നിങ്ങളെ പ്രേരിപ്പിക്കുന്നില്ലേ വിജയരാഘവൻ? അത്തരം ആലോചനകൾ ഗൗരവമായി ആരംഭിക്കേണ്ട ഘട്ടമല്ലേ ഇത്? ഈ തെരഞ്ഞെടുപ്പിന്റെ സന്നിഗ്ധതയെ സംബന്ധിച്ചുള്ള സൂക്ഷ്മധാരണകളിൽ നിന്നാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള പൊതുനയം രൂപീകരിച്ചെടുത്തത്. പരമാവധി മതേതര ശക്തികളെ ഒന്നിപ്പിക്കുക, അതിനാവശ്യമായ വിട്ടുവീഴ്ചകൾ ചെയ്യുക എന്ന നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചത്. എന്നാൽ മതേതര ശക്തികളെ ആകെ BJP-ക്കെതിരായി ഒന്നിപ്പിക്കുക എന്ന രാഷ്ട്രീയ കാര്യപരിപാടിയുടെ ഗൗരവം തിരിച്ചറിയാത്ത നേതൃത്വമാണ് കോൺഗ്രസിനുള്ളത് എന്ന് ഇതിനകം വ്യക്തമാക്കപ്പെട്ടു. എന്നാൽ നമ്മുടെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളിൽ പലതും നല്ല നിലയിൽ തന്നെ ഒരു BJP-യെ തോൽപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. വിട്ടുവീഴ്ച നമുക്കതിൽ കാണാൻ കഴിയും. ഇപ്പൊ തമിഴ്നാട്ടിലെ DMK എല്ലാ പാർട്ടികളെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു BJP വിരുദ്ധമായ രാഷ്ട്രീയത്തിന്റെ ഒരു മുന്നണിയെ തമിഴ്നാട്ടിൽ രൂപീകരിക്കേണ്ടത്. BJP തമിഴ്നാട്ടിൽ നിന്ന് ജയിക്കും എന്ന് വരുന്നേയില്ല. അതുപോലെ തന്നെയാണ് ഉത്തർപ്രദേശിൽ മായാവതിയും മുലായം സിംഗ് അഖിലേഷ് യാദവും ഒരു മുന്നണി ഉണ്ടാക്കിയത്. വളരെ ഭിന്നചേരിയിൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ രാജ്യ താല്പര്യം എന്ന വിഷയം വന്നപ്പോൾ, മോദിയുടെ ഭരണത്തിന്റെ ഒരു തുടർച്ച ഒഴിവാക്കുക എന്ന കാര്യം വന്നപ്പോൾ പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് BJP-യെ തോൽപ്പിക്കുക, അതിന് ഉത്തർപ്രദേശിനാണ് വലിയ പങ്ക് നിർവഹിക്കാനുള്ളത് എന്ന ധാരണയുടെ തന്നെയാണ് അവിടെ അവർ രണ്ടുപേരും പ്രവർത്തിച്ചത്. നമ്മുടെ ശരത് പവാറും കൂട്ടുകാരും ഒക്കെ ആ നിലയിൽ തന്നെ വലിയൊരളവ് വരെ പ്രവർത്തിച്ചതായിട്ട് മഹാരാഷ്ട്രയിൽ കാണാൻ കഴിയും. ഇവിടെ നമ്മുടെ ബീഹാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് ബീഹാറിൽ ലാലു പ്രസാദ് യാദവ് എല്ലാ BJP വിരുദ്ധ ശക്തികളെയും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മുൻകൈയെടുത്തത്. എന്നാൽ ആ പ്രാദേശിക പ്രതിപക്ഷ പാർട്ടികൾ നമ്മുടെ നാട്ടിലെ ഈ BJP വിരുദ്ധ രാഷ്ട്രീയത്തിലേക്ക് പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് എടുത്ത നിലപാടുകളുടെ ആ അളവിൽ അനുപാതത്തിൽ കോൺഗ്രസിന് നിലപാടെടുക്കാൻ കഴിയുന്നില്ല. കോൺഗ്രസിന്റെ വർഗപരമായ ഉള്ളടക്കമാണ് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. ഈ സാമ്പത്തിക നയം, ഇപ്പൊ BJP നടപ്പിലാക്കുന്ന സാമ്പത്തിക നയം നടപ്പിലാക്കുന്ന അടുത്ത കൂട്ടുകാരാണ് കോൺഗ്രസ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സാധാരണക്കാർക്ക് അനുകൂലമായ ചില തീരുമാനങ്ങൾ പാർലമെന്റ് എടുക്കാൻ അവരെ നിർബന്ധിതമാക്കുന്ന തരത്തിലുള്ള ഒരു ഇടതുപക്ഷ സാന്നിധ്യം ഇന്ത്യയുടെ പാർലമെന്റിൽ വന്നൂടാ എന്ന കാര്യത്തിലുള്ള ജാഗ്രതയ്ക്കാണ് ഇപ്പൊ കോൺഗ്രസ് മുൻകൈ എടുത്തിരിക്കുന്നത്. ആ പ്രശ്നത്തിൽ തീർച്ചയായും കോൺഗ്രസിന് ഇന്നലെയുള്ള അംഗീകാരമല്ല നാളെ ഉണ്ടാവുക BJP വിരുദ്ധ രാഷ്ട്രീയ ചേരി എന്നതും വ്യക്തമാവുകയാണ്. തീർച്ചയായിട്ടും രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു കാര്യം ഉറപ്പാക്കേണ്ടതുണ്ട്. BJP അല്ലെങ്കിൽ കോൺഗ്രസ് എന്നുള്ളതല്ല, BJP-യും കോൺഗ്രസുമല്ലാത്ത മതേതര ചേരിക്ക് ഇന്ത്യയുടെ പാർലമെന്റിൽ വലിയ സാന്നിധ്യം ഉണ്ടാകണമെന്ന് നമുക്കെല്ലാം തീരുമാനമെടുക്കേണ്ട തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്നുള്ളത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മതേതര ചേരിക്ക് അത് ഒരു സംശയവുമില്ല. ഈ പാർലമെന്റിൽ മതേതര ചേരി എന്നത് വലിയൊരു ശക്തിയായി മാറാൻ പോവുകയാണ്. കോൺഗ്രസിന്റെ ഈ തെറ്റായ നിലപാട് ഉണ്ടെങ്കിലും ജനങ്ങൾ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കും. അതുപോലെ തന്നെ മതേതര നിലപാടെടുത്ത പ്രതിപക്ഷ പാർട്ടികളെ ആകെ പിന്തുണയ്ക്കും. ആ നിലയിലുള്ള ഒരു പാർലമെന്റ് തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ രൂപം കൊള്ളാൻ പോകുന്നത് എന്നുറപ്പിക്കാനുള്ള പരമാവധി പരിശ്രമം അനിവാര്യമായിരിക്കുകയാണ്. വ്യക്തമാണ് വിജയരാഘവൻ. BRM ഷഫീർ, നോക്കൂ, LDF-ന്റെ കൺവീനർ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോ?
ഇന്നലെ ഉണ്ടായിരുന്ന കോൺഗ്രസിനോടുള്ള സമീപനമായിരിക്കില്ല ഇനി മുന്നോട്ട് എന്ന്. അതിനുള്ളിൽ വായിച്ചെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മതേതരമായി അതിശക്തമായ ഒരു സഖ്യത്തിന് കൃത്യമായി സാന്നിധ്യമായി ഇടതുപക്ഷത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞേക്കും. പ്രാദേശിക കക്ഷികൾക്ക് അതിൽ വലിയ സംഭാവന നൽകാൻ കഴിഞ്ഞേക്കും. ബി.ജെ.പിയോ കോൺഗ്രസോ അല്ല, അതിനും അപ്പുറത്തേക്ക് നമ്മുടെ ഭരണം കൈകാര്യം ചെയ്യപ്പെടേണ്ടതിന്റെ സാധ്യതകൾ ഈ ക്യാമ്പയിനിൽ ഇനി അങ്ങോട്ട് ഉയർന്നു വരാൻ പോവുകയാണ് എന്ന് LDF നിരീക്ഷിക്കുകയാണ് BRM ഷഫീർ. നോക്കൂ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ രാഹുൽ ഗാന്ധിയുടെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകളുടെ സംസാരം നിങ്ങൾ കണ്ടല്ലോ. അവരുടെ സംസാരം കുമ്മനം രാജശേഖരന്റെ ഭാഷയും വിജയരാഘവന്റെ ഭാഷയുമെല്ലാം ഒരുപോലെ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇവർ മുഴുവൻ മുഖ്യ ശത്രുവായിട്ട് കോൺഗ്രസിനെ പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ പ്രസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ പ്രസിഡന്റിനെ ഉത്തരേന്ത്യയിലും തെക്കേ ഇന്ത്യയിലും മത്സരിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു. അദ്ദേഹം സ്ഥിരമായിട്ട് മത്സരിക്കുന്ന അമേഠിയിൽ അദ്ദേഹം മത്സരരംഗത്ത് തുടരുന്നതോടൊപ്പം തന്നെ അവിടെ BSPയുടെയും SP-യുടെയും പിന്തുണ അവർ നിരുപാധികം തന്നു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതോടൊപ്പം തന്നെ തെക്കേ ഇന്ത്യയിൽ നിന്നും പരമാവധി സീറ്റുകൾ കിട്ടുന്നതിന്റെ ഭാഗമായി ഏത് സ്റ്റേറ്റിൽ മത്സരിക്കാമെന്നതിനെ സംബന്ധിച്ച് ഗൗരവമായിട്ട് ആലോചനകൾ വന്നു. സ്വാഭാവികമായിട്ടും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കൃത്യമായിട്ട് തന്നെ പറഞ്ഞു, സുരക്ഷിതമായ സീറ്റ് എന്ന നിലയിൽ, ഇടതുപക്ഷത്തിന് റോളുകളൊന്നും ഇല്ലാത്ത ഒരു സീറ്റ് എന്ന നിലയിൽ, അദ്ദേഹത്തിന് മറ്റ് സ്റ്റേറ്റുകളിൽ കൂടി കർണാടക തമിഴ്നാട് ബോർഡറുകൾ പങ്കുവയ്ക്കപ്പെടുന്ന ഒരു ലോക്സഭാ മണ്ഡലം എന്ന നിലയിൽ വയനാട് പാർലമെന്റിൽ കൈപ്പറ്റ് ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു. ഇതിൽ നിങ്ങൾ ഇടതുപക്ഷം ഇത്ര പ്രകോപിതരാകേണ്ട ഒരു കാര്യമില്ല. ഇടതുപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണോ രാഹുൽ ഗാന്ധി? നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇടതുപക്ഷം മുന്നോട്ട് നയിക്കുന്ന സഖ്യം അത് കോൺഗ്രസിന്റെ സഖ്യമാണെന്ന് നിങ്ങൾ ഇതുവരെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോ നിങ്ങൾ ഒരു കാര്യം യാഥാർത്ഥ്യബോധത്തോടെ നിങ്ങൾ കാര്യങ്ങൾ കാണുന്നു. 2004 48 പരം വരുന്ന MP-മാരുണ്ടായിരുന്ന ഇടതുപക്ഷമല്ല ഇന്നത്തെ ഇടതുപക്ഷം. 2009 അത് 9 ചുരുങ്ങുകയും അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബംഗാളിലും ത്രിപുരയിലെയും ഒരു വലിയ കൂട്ടിക്കഴിച്ചിലുകൾ കഴിയുമ്പോൾ കേരളത്തിൽ നിന്ന് കേവലം കിട്ടുന്ന 5 6 സീറ്റുകളിൽ മാത്രമായി പരിമിതമായി ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ഒടുങ്ങുമെന്ന് കോൺഗ്രസ് അല്ല പറഞ്ഞത്. രാഷ്ട്രീയ പണ്ഡിതന്മാർ ബംഗാളിനെയും ത്രിപുരയെയും വിലയിരുത്തിക്കൊണ്ട് പറയുക. കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് BRM ഷഫീർ? പറയട്ടെ കോൺഗ്രസിന്റെ ആവശ്യമൊക്കെ ഞാൻ പറയാം. കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് ഈ ഘട്ടത്തിൽ? താങ്കൾ എങ്ങനെ പരാമർശിച്ചുകൊണ്ട് സൂചിപ്പിക്കുകയാണ്? ശരി, നിങ്ങളുടെ ഒരു ചോദ്യത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഇപ്പൊ ഇടതുപക്ഷം കഴിഞ്ഞ എത്രയോ കാലമായി അവർ ഏതെങ്കിലും തരത്തിൽ BJPക്കെതിരായിട്ടുള്ള സഖ്യത്തിന്റെ ഭാഗമായോ? ഗുജറാത്തിൽ അവർ നമ്മളോടൊപ്പം നിന്നില്ല. കർണാടകയിൽ അവർ ജനതാദളിനോടൊപ്പം കോൺഗ്രസിനോടൊപ്പം നിന്നില്ല. ബീഹാറിൽ ലാലുവിനോടും നിതീഷിനോടൊപ്പം നമ്മൾ മഹാസഖ്യമുണ്ടാക്കി നിന്നില്ല. അവർ കൃത്യമായിട്ട് തന്നെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും പിന്തിരിപ്പ് നിലപാടുകളുമായിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കുന്നവരാണ്. അവരെ ഫേവർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ച മതേതര സഖ്യം എന്ന ആശയത്തെ കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് പിണറായി വിജയൻ അനുകൂലിക്കുന്നുണ്ടോ? അനുകൂലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയപ്പെടുന്ന വാദഗതിയെ നിങ്ങൾ അംഗീകരിക്കാം. സഖ്യസാധ്യതകൾ ഉണ്ടായിരുന്ന ഡൽഹി, പഞ്ചാബ്, ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ചിത്രം വ്യക്തമാണോ? ഗുജറാത്തിലൊക്കെ 26 സീറ്റിലും NCP സ്വതന്ത്രമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നിങ്ങളോട് ഒരു മിനിറ്റ്, നിങ്ങൾ ഇപ്പോ കോൺഗ്രസിന്റെ സാധ്യതയെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ എഴുതി വെച്ചോ, കാസർഗോഡും ആലത്തൂരും പാലക്കാടും ഉൾപ്പെടെയുള്ള വടക്കൻ മേഖലയിൽ ഉൾപ്പെടെയുള്ള ഒരു സീറ്റിലും CPM ജയിക്കാൻ പോകുന്നില്ല. തമിഴ്നാട്ടിൽ സഖ്യം, ഇവിടെ ഇപ്പൊ രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തുന്ന സഖാവ് വിജയരാഘവൻ, നിങ്ങൾ കോയമ്പത്തൂരിൽ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് നിങ്ങൾ CPM-ന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുകയാണ്. മധുരയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് കൈപ്പറ്റ് ചിഹ്നത്തിനകത്ത് അരിവാൾ ചുറ്റിക വരച്ചു വെച്ചുകൊണ്ടാണ്. അവിടെ സഖ്യത്തിന്റെ ഭാഗമാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ, കർണാടക നിങ്ങൾ സഖ്യത്തിന്റെ ഭാഗമല്ല. മംഗലാപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. അവിടെ കോൺഗ്രസും ജനതാദളും കൂടിയാണ് BJP ചേർക്കുന്നത്. ഗുജറാത്തിൽ 28 സീറ്റുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ സഖ്യം തന്നെയാണ് BJP ചേർത്തത്. അവിടെ CPM മത്സരിക്കുന്നില്ല. UPA സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഘടകകക്ഷിയായിരിക്കുന്ന ഒരു ഘടകകക്ഷിക്കെതിരായി ഉള്ള മത്സരമല്ല, ഞങ്ങളെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിച്ച ഒരു പാർട്ടിയുടെ കാൻഡിഡേറ്റിനെതിരായിട്ടുള്ള മത്സരമല്ല. നാളെ ഞങ്ങളെ ഏതെങ്കിലും തരത്തിൽ വല്ലാതെ സഹായിക്കാൻ പറ്റുമെന്നുള്ള സോഴ്സ് ഉള്ള ഒരു പാർട്ടിക്കെതിരായിട്ടുള്ള മത്സരവുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെക്കേ ഇന്ത്യയിൽ നിന്ന് ഒരു സുരക്ഷിത സീറ്റിൽ മത്സരിപ്പിക്കണം. അത് തെക്കേ ഇന്ത്യയിലെ ആന്ധ്ര, തമിഴ്നാട്, കർണാടക, കേരള ബോർഡറുകളിൽ കൃത്യമായിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞു CPM, അവരിപ്പോഴും പറയുന്ന ഫെഡറൽ മുന്നണിയെ കുറിച്ചല്ലേ? അല്ലെങ്കിൽ അവരിപ്പോ പറയണം ഞങ്ങൾ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഐക്യ പുരോഗമന സഖ്യത്തിന്റെ ബദൽ
ഭാഗത്തിൽ ഞങ്ങളുമുണ്ട്, ഞങ്ങളുടെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ് എങ്കിൽ ആ നിമിഷം ഞങ്ങൾ പിന്മാറ്റത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഞാനൊന്ന് വിജയരാഘവനോട് ചോദിക്കട്ടെ. വിജയരാഘവൻ, ഈ നിരീക്ഷണങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചോ? BJP-യുടെയും കോൺഗ്രസിന്റെയും ഒക്കെ നിലപാടിലേക്ക്, അതായത് കോൺഗ്രസ് BJP-യുടെയും LDF-ന്റെയും പൊതുശത്രുവായി മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പലയിടത്തും രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങളുമായി LDF സ്ഥാനാർത്ഥികൾ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഇതാ പറയുന്നു പ്രധാനമന്ത്രി ഐക്യ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ അങ്ങനെ ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായി LDF നിൽക്കാൻ തയ്യാറാണോ? എങ്കിൽ പറയൂ, ഒരു പിന്മാറ്റത്തിനെ കുറിച്ച് ആലോചിക്കാം എന്നാണ് BRM ഷഫീർ ഈ ഘട്ടത്തിൽ പറയുന്നത്. അതൊക്കെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പൊ ഈ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തിൽ നിന്ന് അവർക്ക് പിന്തിരിയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏത് തരം പ്രസ്താവന നമ്മൾ നടത്തിയാലും അവർക്ക് പിന്മാറാൻ പറ്റില്ല. അതൊന്ന്. രണ്ട്, കോൺഗ്രസിനോട് അന്ധമായ വിരോധം എന്നുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഒരു മുന്നണിയിൽ ഉണ്ടാവില്ലല്ലോ, ഒരു സീറ്റ് ധാരണയിൽ പെടില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ തന്നെ തികച്ചും വൈരുദ്ധ്യപരമാണ് ആ സംസാര രീതിയുടെ ഒരു സ്വരം. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയോട് ഏറ്റവും അന്ധമായ വിരോധം ഉണ്ടായിരുന്നെങ്കിൽ വാജ്പേയി അധികാരത്തിൽ നിന്ന് മാറ്റുന്ന പ്രക്രിയയ്ക്ക് ശേഷം വേണമെങ്കിൽ സോണിയാഗാന്ധി പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവട്ടെ. കാരണം ഇന്ത്യക്ക് ഇന്ന് BJP അധികാരത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞ പാർട്ടിയാണ് CPIM. 63 ഇടതുപക്ഷ MP-മാരുടെ പിന്തുണയിലാണ് ഏതാണ്ട് ഒരു ദശാബ്ദകാലത്തെ അധികാരത്തിന്റെ പുറത്തു നിന്ന് കോൺഗ്രസ് പാർട്ടി അധികാരത്തിലേക്ക് വന്നത് എന്നത് ചരിത്രമാണ്. പിന്നീട് ഇടതുപക്ഷ പിന്തുണ ഇല്ലാതായപ്പോഴാണ് അധികാരം BJP-യുടെ കയ്യിൽ വെച്ചുകൊടുത്ത കോൺഗ്രസ് രാഷ്ട്രീയം രൂപപ്പെട്ടതെന്നും ആ ജനവിരുദ്ധമായ നയങ്ങളുമായി അവർ മുന്നോട്ട് പോയതെന്നും ചരിത്രത്തിൽ അങ്ങനെ പതിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചരിത്രപരമായ പിൻബലമില്ലാത്ത കുറെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോയി എന്നല്ലാതെ അതൊന്നും ഈ ഉയർന്നു വന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു ശരി ഉത്തരമാകുന്നില്ല. ഇവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിലപാടുകളിൽ ഞങ്ങൾ ഒരിക്കലും ഒരു സുതാര്യമല്ലാത്ത ഒന്നും മറച്ചു വെച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക എന്നത് ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയല്ല. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് അജണ്ട BJP അധികാരത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അവിടെ ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ഞങ്ങൾ മത്സരിക്കുന്ന ഏതാനും സീറ്റുകളൊഴികെ ബാക്കി എല്ലാ സീറ്റുകളിലും BJP-യെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്ന നിലപാടാണ്. മതേതരവാദിയായ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് നിലപാട്. അതൊക്കെ വ്യക്തമാക്കപ്പെട്ട ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. പരമാവധി BJP വിരുദ്ധ വോട്ടുകളെ ഒന്നിപ്പിക്കുക. ഈ പറഞ്ഞ കർണാടകയിലും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലും ബീഹാർ, നമ്മുടെ ഗുജറാത്തിലും എല്ലാം ഞങ്ങൾ വോട്ട് ചെയ്യുക BJP-യെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ മതേതര സ്ഥാനാർത്ഥിക്കാണ്. അതിൽ ചിലപ്പോൾ കോൺഗ്രസ്സുകാരുണ്ടാവും, അതിലൊന്നും തർക്കമില്ല. അതൊക്കെ ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയ നിലപാടാണ്. പക്ഷേ കോൺഗ്രസിന്റെ നിലപാടെന്താ? BJP ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നതുകൊണ്ട് എന്ത് വ്യത്യാസമാണ് തെരഞ്ഞെടുപ്പിൽ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്നു? തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൽ എന്ത് വ്യത്യാസം ഉണ്ടാക്കാൻ പോകുന്നു? ഇവിടെ രാഹുൽ ഗാന്ധി ഇപ്പുറത്ത് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങേപ്പുറത്ത് കർണാടകയിൽ എന്ത് വ്യത്യാസം? വിചിത്രമായ വാദഗതികളുടെ ഏറ്റവും ഉയർന്ന ഉദാഹരണമാണിത്. വയനാട് 2 അതിർത്തി സംസ്ഥാനങ്ങൾ പങ്കുവെക്കുന്നത് കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രഭാവലയം അവിടത്തേക്ക് ചെല്ലും എന്നൊക്കെ വാദിക്കാൻ ഭംഗിയുള്ള ഒരു കാര്യമാണെങ്കിലും അതൊന്നും നടക്കാത്ത കാര്യമാണ് എന്നുള്ളത് വസ്തുതയാണ്. ഇതൊക്കെ വെറും വാചകങ്ങൾ കൊണ്ട് നമുക്ക് പറഞ്ഞ് എങ്ങനെ കൊണ്ടുപോവുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും അതിലില്ല. അതേസമയം ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കപ്പെടുകയാണ്. രാഹുൽ ഗാന്ധി ഈ തിരഞ്ഞെടുപ്പ് തെക്കേ ഇന്ത്യയിൽ മത്സരിച്ചതുകൊണ്ട് തെക്കേ ഇന്ത്യയിൽ ആന്ധ്രയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? അവിടെ കോൺഗ്രസ് ഉണ്ടോ? നമ്മുടെ തെലങ്കാനയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? അവിടെ കോൺഗ്രസ് ഉണ്ടോ? തമിഴ്നാട്ടിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അവിടെ DMK അല്ലേ ആ മുന്നണിയുടെ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്നത്? കോൺഗ്രസിന് എന്ത് പങ്കാണ് അതിൽ വഹിക്കാൻ കഴിയും? മുന്നണിയുടെ ഭാഗമായിട്ടല്ലാത്ത സ്വതന്ത്രമായ ഒരു പങ്കും കോൺഗ്രസിന് വഹിക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് സ്വതന്ത്രമായി മുന്നണികളെ ആകെ നിശ്ചയിക്കുന്ന ഏത് സ്ഥലമാണ് തെക്കേ ഇന്ത്യയിലുള്ളത്? ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി തെക്കേ ഇന്ത്യയിലുണ്ടോ? അതുകൊണ്ട് തെക്കേ ഇന്ത്യയിൽ വന്നുകൊണ്ട് രാഹുൽ ഗാന്ധി എന്തോ വലിയ ഇന്ദ്രജാലം കാണിക്കുമെന്ന് പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതേസമയം BJP-ക്കെതിരായി കേന്ദ്രീകരിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടത്തിൽ BJP-യെ മാറ്റി ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ആളായിട്ട് ഇങ്ങ് വന്ന് പ്രത്യക്ഷപ്പെട്ട് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ കരുത്തിന് ഇപ്പൊ തന്നെ ഇവിടെ പറഞ്ഞ 5-6 നിയോജകമണ്ഡലങ്ങളുടെ പേരൊക്കെ പറഞ്ഞു. അതൊക്കെ നമുക്ക് മെയ് മാസത്തിൽ 23-ാം തീയതി കാണാം. ആ നിയോജകമണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കുന്നുള്ളത്. ഇങ്ങനെയൊന്നും രാഹുൽ ഗാന്ധി വന്നതുകൊണ്ട് ഈ കേരളത്തെ അങ്ങ് കീഴ്മേൽ മറിച്ച് കളയാം എന്നുള്ള നിലയിലൊന്നും നിൽക്കേണ്ട. കോൺഗ്രസ് അല്ലേ ഏതായാലും. ആ കോൺഗ്രസിന് കേരളത്തില് ഒരു സ്വാധീനമുണ്ടല്ലോ, അതിന്റെ അപ്പുറത്തേക്ക് ഒരു സ്വാധീനമൊന്നും ഇതിനകത്തുണ്ടാവില്ല എന്നുള്ളത് വ്യക്തമാണ്. കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള കോൺഗ്രസ് അല്ല. 404-ൽ നിന്ന് 44-ലേക്ക് ഇറങ്ങി പ്രതിപക്ഷ നേതാവായ സ്ഥാനം കിട്ടണമെന്ന് ഹർജി കൊടുത്ത കോൺഗ്രസ് അല്ലേ ഈ നിൽക്കുന്നത്? ജനങ്ങൾക്കറിയില്ലേ
പ്രതിപക്ഷമാവാനുള്ള എണ്ണം, പ്രതിപക്ഷ നേതാവാകാനുള്ള എണ്ണം പോലും കിട്ടിയില്ല. എന്നിട്ട് അപേക്ഷയുമായി ആ സ്പീക്കറുടെ അടുത്തേക്ക് പോയി. നാണം കെട്ട ഒരവസ്ഥ ഇന്ത്യ കണ്ടു. ആ കോൺഗ്രസ് ആണ് ഇപ്പൊ നിന്നിട്ട് ആകെ അങ്ങ് മലമറിച്ച് കളയാം എന്ന് വ്യാഖ്യാനിക്കുന്നു. ഒന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഒരു കാര്യം വ്യക്തമായി, രാഹുൽ ഗാന്ധിക്ക് ഒരു സുരക്ഷിത മണ്ഡലം ഉണ്ടെങ്കിൽ തെക്കോട്ട് വരണം, ഉത്തരേന്ത്യയിൽ അമേത്തിയിൽ സുരക്ഷിതരല്ല എന്നാണ് വ്യക്തമായിരിക്കുന്നത്. BJP-ക്കെതിരായ സമരം ഉത്തരേന്ത്യയിൽ നയിക്കാൻ പ്രാപ്തനല്ല എന്നും തെളിയിച്ചു. ശരി വിജയരാഘവൻ, ആ ചോദ്യം പ്രസക്തമാണ്. ഞാനത് BRM ഷഫീർ പറഞ്ഞപ്പോഴും ശ്രദ്ധിച്ചതാണ്. ഒരു സുരക്ഷിത മണ്ഡലം തെക്കേ ഇന്ത്യയിൽ ആവശ്യമാണ്, അങ്ങനെ വയനാട് അവസാനം തീരുമാനിക്കുകയായിരുന്നു എന്ന പ്രയോഗം. താങ്കളും അതിലെത്തി നിൽക്കുകയാണ്. ഞാൻ ആ ചോദ്യം ഷഫീറിന് മുന്നിൽ വയ്ക്കാം. KVS ഹരിദാസ്, BJP-യുടെ ദേശീയ അധ്യക്ഷൻ ഇതിനോടകം പ്രതികരിച്ചത് ഒളിച്ചോട്ടം എന്നാണ്, ഉത്തരേന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ BJP-യെ പേടിച്ചുള്ള ഒളിച്ചോട്ടമെന്ന്. വയനാട് ഇപ്പോൾ ദേശീയ ശ്രദ്ധ കൂടി ആകർഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. ദേശീയ തലത്തിൽ ഇതൊരു പക്ക ഒളിച്ചോട്ടമായി തന്നെ ആയിരിക്കുമോ BJP ക്യാമ്പയിനുകളിൽ ഉയർന്നു വരിക? എങ്ങനെ കാണുന്നു രാഹുലിന്റെ വയനാട്ടിലേക്കുള്ള സ്ഥാനാർത്ഥിത്വം? മോദിക്കെതിരായി ശക്തമായ ക്യാമ്പയിനും സ്ഥാനാർത്ഥിത്വവുമായി പറഞ്ഞ് പ്രചരണം നടത്തിയിരുന്ന നേതാവ് വയനാട്ടിലേക്ക് വരുന്നു. ഇവിടെ NDA-യുടെ സ്ഥാനാർത്ഥിയുടെ ചിത്രം പോലും വ്യക്തമായിട്ടില്ല. KVS രണ്ട് വിഷയങ്ങളുണ്ട്. ഞാൻ രാഹുൽ ഗാന്ധി അമേത്തി വിട്ട് ഓടിപ്പോകുന്നതിൽ അതിശയം കാണാത്ത ഒരാളാണ്. മുൻപും ഒരു ചർച്ചയിൽ ഞാനത് സൂചിപ്പിച്ചതുമാണ്. 5 വർഷമായിട്ട് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിൽ നിന്ന് ഇത്തവണ കരകയറാൻ പറ്റുമോ എന്നുള്ള ആശങ്ക തന്നെയാണ് അദ്ദേഹത്തിനെ വേട്ടയാടുന്നത്, കോൺഗ്രസിനെ വേട്ടയാടുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മറ്റൊരു മണ്ഡലം തേടി അദ്ദേഹത്തിന് പോകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ തവണ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, UP നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമേത്തി ലോകസഭാ മണ്ഡലത്തിലെ ഉൾക്കൊള്ളുന്ന 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ഉം കോൺഗ്രസ് തോറ്റു. 4 BJP ആണ് ജയിച്ചത്, 1 സമാജ്വാദി പാർട്ടിയാണ് ജയിച്ചത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ അവിടെ വീണ്ടും വിശ്വാസം അർപ്പിക്കുന്നത് മണ്ടത്തരമാണ് എന്നുള്ള ബോധം സാധാരണ നിലയ്ക്ക് പലതും മനസ്സിലാക്കാത്ത രാഹുൽ ഗാന്ധിക്ക് ബോധ്യമായി എന്നതാണ് പ്രധാനം. പിന്നെ അദ്ദേഹത്തിന് എവിടെ പോകാൻ പറ്റുക? അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ കണ്ടെത്തിയത് വയനാടാണ്. അതിൽ അതിശയമില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്ന് രവിശങ്കർ പ്രസാദിന്റെ വാക്കുകളാണ് എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത്. ഒരു സിങ്കിങ് ഷിപ്പിൽ നിന്ന് ഒളിച്ചോടുന്ന കപ്പിത്താന്റെ മുഖമാണ് രാഹുൽ ഗാന്ധിയുടെ മുഖം. രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ നമുക്ക് ബോധ്യമാകുക. അപ്പോൾ ഇവിടെ വയനാട്ടിൽ അദ്ദേഹം വന്നു. ഇപ്പോൾ വയനാട്ടിൽ വരുന്നതിനെ കുറിച്ച് കോൺഗ്രസ്സുകാർ പറയുന്ന വാദഗതികൾ എന്താ? അദ്ദേഹം അവിടെ മത്സരിക്കുന്നത് തമിഴ്നാടിനോടും കർണാടകത്തോടും ചേർന്ന് കിടക്കുന്ന ഒരു മണ്ഡലമാണ്. അദ്ദേഹം അവിടെ മത്സരിക്കുന്നത് കൊണ്ട് ആ സംസ്ഥാനങ്ങളിലും അതിനൊരു എഫക്റ്റ് ഉണ്ടാകും. ഒരു എന്താ പറയുക, ഒരു ഇലക്ട്രിഫൈങ് എഫക്റ്റ് എന്നോ മറ്റോ ആയിരിക്കാം കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. 15 വർഷങ്ങളോളം ഒരു മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിട്ട് ആ മണ്ഡലത്തിലെ 5 നിയമസഭാ മണ്ഡലങ്ങൾ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു നേതാവിന് വയനാട്ടിൽ വന്നിട്ട് ചുറ്റുമുള്ള സംസ്ഥാനങ്ങളെ സ്വാംശീകരിക്കാൻ പറ്റുമെന്ന് പറയുന്നത് ആരോടാണ്? ഇത്രയും വലിയൊരു വിവരക്കേട് കോൺഗ്രസുകാർക്കല്ലാതെ വേറെ ആർക്കാണ് പറയാൻ പറ്റുക? പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിന്റെ. ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസുകാരുടെ ഗതികേട് കൊണ്ടാണിത്. അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് ആരാ പറഞ്ഞത്? കോൺഗ്രസ് പറയുന്നു. കോൺഗ്രസുകാർക്ക് പോലും വിശ്വാസമില്ല. ഒരു ഘട്ടത്തില് ഞാൻ വിജയരാഘവനോടുള്ള എന്റെ എതിർപ്പതാണ്. ഒരു ഘട്ടത്തില് ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയേക്കാം എന്നുള്ള സൂചന കൊടുത്തത് ഡൽഹിയിലെ ചില CPM നേതാക്കന്മാരായ യെച്ചൂരിയെ പോലുള്ളവര്. അന്നും കേരളത്തിലെ പിണറായി വിജയനെ പോലുള്ളവർ അതിനെതിരായിട്ട് ശക്തമായിട്ട് നിലകൊണ്ടു. ഈ കോൺഗ്രസുമായിട്ട് ഒരു തരത്തിലും സഖ്യം പാടില്ല എന്നൊരു നിലപാടെടുത്തവരാണ് വിജയരാഘവനെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ. ഹൈദരാബാദ് പാർട്ടി സമ്മേളനത്തിന് മുമ്പും അതിനുശേഷവും നടന്ന ചർച്ചകൾ നമുക്ക് കേരളത്തിലുള്ളവർക്ക് മറന്നുകൂടാ. ഞാൻ സൂചിപ്പിച്ചത് ഈ കോൺഗ്രസിനെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള കേരളത്തിലെ CPM-ന്റെ നിലപാട് ഇപ്പോൾ സാധൂകരിക്കപ്പെടുന്നു എന്നതാണ്. ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി ഓർക്കണം. ഞാൻ ഡൽഹിയിലെ ഒരു മാധ്യമ സുഹൃത്ത്, കോൺഗ്രസുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു മാധ്യമ സുഹൃത്ത് ഈ വയനാട് ചർച്ചയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചത് AK ആന്റണിയാണത്രേ ഈ വയനാടിനെ കുറിച്ച് ഇത്ര വലിയ നിർബന്ധ ബുദ്ധി കാണിച്ചത്. അദ്ദേഹം പറഞ്ഞത്
ഇപ്പോൾ കേരളത്തിൽ വന്ന് ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ട് മത്സരിച്ചാൽ നാളെ CPM-ന്റെ പിന്തുണ കിട്ടുമോ പാർലമെന്റിൽ എന്നുള്ള ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. കേരളത്തിൽ തന്നെ CPM-നെ തകർക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണിത്. അത് പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് എന്നതായിരുന്നു ആന്റണിയുടെ നിലപാടെന്നാണ് പറയുന്നത്. അങ്ങനെ AK ആന്റണിയെ പോലുള്ള ഒരു നിലപാടെടുക്കുന്ന സമയത്താണ് ഈ നിങ്ങളുടെ വിജയരാഘവൻ ഉൾപ്പെട്ട കേന്ദ്ര കമ്മിറ്റി കൂടിയിട്ട് ബംഗാളിലും മറ്റും കോൺഗ്രസുമായിട്ട് സഖ്യമുണ്ടാക്കാൻ തീരുമാനമെടുത്തത്. അവസാനം ബംഗാളിൽ അവർ പുറം കാലടിച്ചിട്ട് ഇറങ്ങിപ്പോയി. അപ്പൊ അന്ന് തന്നെ ബംഗാളിൽ തന്നെ അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ തന്നെ കേരളത്തിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് നിർത്തി CPM-നെ തോൽപ്പിക്കാനുള്ള ഒരു പദ്ധതി കോൺഗ്രസ് നേതൃത്വം ആസൂത്രണം ചെയ്തിരുന്നു എന്ന് വിചാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് മനസ്സിലാക്കേണ്ടിയിരുന്നത് CPM-ആണ്. കേരളത്തിലെ നേതാക്കന്മാർ പലരും അത് മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ഡൽഹിയിലുള്ള പലർക്കും അത് ബോധ്യമായിരുന്നില്ല. അതാണ് ഇന്നിപ്പോ CPM അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്നാണ് എനിക്ക് തീർച്ചയായും KVS വളരെ ഗൗരവവും ഗുരുതരവുമായ ചില പ്രശ്നങ്ങൾ താങ്കൾ സംസാരിച്ചു പോയതിനുള്ളിലുണ്ട്. അത് ഞാൻ വിജയരാഘവന് മുന്നിൽ വയ്ക്കാം. ഇപ്പോൾ അനിൽകുമാറിലേക്ക് പോവുകയാണ്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം സ്വതന്ത്രമായി രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന അർത്ഥത്തിൽ കൂടിയാണ് അദ്ദേഹം ചേരുന്നത്. അനിൽകുമാർ, നോക്കൂ, തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലത്തേക്ക് വരുന്നു. വളരെ നിർണായകമായി തെക്കേ ഇന്ത്യയിൽ വലിയ തരംഗം ഉണ്ടാക്കാൻ പോകുന്നു. പക്ഷേ വിജയരാഘവനൊക്കെ ചോദിക്കുകയാണ്, എവിടെ എന്ത് തരംഗം? തമിഴ്നാട്ടിൽ എവിടെ തരംഗം ഉണ്ടാക്കാൻ? ആന്ധ്രയിൽ എവിടെ തരംഗം ഉണ്ടാക്കാൻ? കേരളത്തിൽ അത് സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ നിൽക്കുന്നു. പക്ഷേ ഇപ്പോഴും പറയുന്നു മോദിക്കെതിരായ, ഫാസിസത്തിനെതിരായ തെരഞ്ഞെടുപ്പാണ് ഇത്. രാജ്യത്തിന്റെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. മത്സരം കോൺഗ്രസ് നടത്തുന്നത് കോൺഗ്രസിന്റെ മുഖ്യ ശത്രുവായ മോദിക്കെതിരെ ആണെന്ന്. എന്താണ് ഈ ഘട്ടത്തിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന ഏറ്റവും തെളിഞ്ഞ ചിത്രം? അനിൽകുമാർ. ശ്രീ രാഹുൽ കേരളത്തിൽ മത്സരിക്കാൻ വരുന്നതുകൊണ്ട് എന്ത് ഗുണമുണ്ടാകുമെന്നതിൻ്റെ തെളിവാണ് KVS ഹരിദാസിനെ പോലെ RSSലെ ഏറ്റവും ശക്തനും യുക്തിഭദ്രമായ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ശ്രീ KVS ഹരിദാസിൻ്റെ അഭിപ്രായ പ്രകടനം. എക്കാലത്തും ഏതവസരത്തിനും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളെ അടച്ചാക്രമിക്കാൻ ഇഷ്ടപ്പെടുന്ന KVS ഹരിദാസ് പോലും ഈ രാഹുൽ ഗാന്ധിയും അവരുടെ കൂട്ടരും എടുത്ത തീരുമാനത്തെ ലജ്ജാകരമെന്ന് പറയേണ്ടി വരുന്നു. ഇവിടെയാണ് 1989 മുതൽ കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എടുക്കുന്ന നിരന്തരമായ മഠയത്തരങ്ങൾ, രാഷ്ട്രീയ മഠയത്തരങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഒരു പരാജയത്തിന്റെ തന്ത്രമാണ് ഇവിടെ കേരളത്തിൽ അവർ അവതരിപ്പിക്കാൻ പോകുന്നത്. 1983 ഇങ്ങോട്ടുള്ള കണക്ക് മുഴുവൻ താഴോട്ടാണ്. ഞാൻ പറഞ്ഞത് അവർ അന്ന് മുതലെടുത്ത ശ്രീ VP സിംഗിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുവാൻ BJP-യുമായി ചേർന്ന് നടത്തിയ രാഷ്ട്രീയ കുതന്ത്രം മുതൽ ഇന്ന് വരെ അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെടുത്ത തീരുമാനങ്ങൾ തികച്ചും കോൺഗ്രസിനെ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായ എല്ലാ നന്മകളെയും തകർക്കാൻ അവസരം ഉണ്ടാക്കി. അതൊക്കെ അതിൻ്റെയൊക്കെ ഗുണം ലഭിക്കാൻ വേദികൾ ഒരുക്കിയത് BJP-ക്കാണ്. ഇതാ വീണ്ടും BJP-ക്ക് ശക്തമായി പറയാനൊരു അവസരം ഉണ്ടായിരിക്കുന്നു. അമേഠിയിൽ നിന്ന് ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഒളിച്ചോടേണ്ടി വന്നു. അവർ ലാഘവബുദ്ധിയോട് പറയല്ല, അവർ ചില കണക്കുകൾ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ഇത്തരമൊരു പ്രചരണം അഴിച്ചുവിടുവാൻ അവസരമൊരുക്കി എന്നതാണ് ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വന്നതിൻ്റെ ഏറ്റവും വലിയ അപകടം. ഒന്ന്, ഏറ്റവും ഗൗരവതരമായ വിഷയം, നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ കലുഷിതമായ കുഴഞ്ഞു മറിഞ്ഞ ഒരു രാഷ്ട്രീയ ഇടമാണ്. അതിനെ ആരോഗ്യകരമായിട്ടാണ് ജനാധിപത്യം കാണേണ്ടത്. അതുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഖ്യ ശത്രുമാര് ഈ തെരഞ്ഞെടുപ്പ് എന്ന ചോദ്യത്തിന് BJP പോലും പറയുന്നു, ഇതാ ഞങ്ങളല്ലാത്ത എല്ലാവരും മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന്. ഇത് BJP ഇതിലെ പാർട്ടികൾ മാത്രം പറയല്ല, അവർ തന്നെ പറയുന്നല്ലോ, അല്ല ഞങ്ങൾക്കെതിരെ ഇവരെല്ലാം ഒന്നിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുഖ്യ ശത്രു ആരാണ്? BJP ആണ്. എന്തുകൊണ്ടാണ് നമുക്കറിയാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുഖ്യ ശത്രു വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP ആണെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഒരർത്ഥത്തിലും തെറ്റിദ്ധാരണ ഉണ്ടാകാത്ത തരത്തിൽ എന്താണ് കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത്, എന്താണ് ഇടതുപക്ഷക്കാർ ചെയ്യേണ്ടത്, എന്താണ് ഇതിന് പുറത്തു നിൽക്കുന്ന BJP എതിർക്കേണ്ടവർ ചെയ്യുന്നത്? BJP-യെ മുഖ്യ ശത്രുവായി കാണുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ, നിലപാടുകൾ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ എന്തായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധി എടുക്കേണ്ട നിലപാട്? BJP അശക്തമായൊരിടത്ത് അവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ മത്സരിക്കുമ്പോൾ അവിടെ താൻ മത്സരിച്ചാൽ അത് അപകടപ്പെടുത്തുന്നത് BJP വിരുദ്ധ രാഷ്ട്രീയമാണെന്ന് പോലും മനസ്സിലാക്കാൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് വ്യക്തിപരമായി കഴിയില്ലായിരിക്കാം. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള യുക്തി കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് നഷ്ടപ്പെട്ടു എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് കോൺഗ്രസ് നൽകുന്ന ഏറ്റവും അപകടകരമായ അടയാളമാണ്. അങ്ങനെയെങ്കിൽ അനിൽകുമാർ, കേരളത്തിൽ തരംഗമുണ്ടാകുമെന്ന് പറയുന്ന കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾ, വയനാട് മണ്ഡലത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇതിനെ യുക്തിപൂർവ്വം സമീപിക്കാനുള്ള സാധ്യത താങ്കൾ എങ്ങനെ ഈ ഘട്ടത്തിൽ നോക്കിക്കാണുന്നു? കാരണം
ബി.ജെ.പിയും മോദിയും പൊതുശത്രുവായി നിന്നുകൊണ്ടുള്ള വലിയ ക്യാമ്പയിനുകൾ ഇടതുപക്ഷവും അതുപോലെ UDF-ഉം ഉയർത്തിയിട്ടുണ്ട്. വളരെ നിർണായകമാണ് രാജ്യത്തിന്റെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ആവർത്തിച്ച് പറയുകയാണ്. പക്ഷെ അതിനെല്ലാം ഒരു നിമിഷം കൊണ്ട് അട്ടിമറിക്കുന്നത് പോലൊരു തീരുമാനമായി എന്ന നിലയിൽ ആരോപണങ്ങളും വിമർശനങ്ങളും ഉയരുമ്പോൾ സാധാരണക്കാരൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? തീർച്ചയായും അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയം കേവലം പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം കൊണ്ട് തീരുമാനിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയത്തിന്റെ ABCD അറിയുകയില്ല. ഇന്ത്യൻ രാഷ്ട്രീയം തീരുമാനിക്കപ്പെടുന്നത് കേവലം പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയാം. 2004 മുതൽ 5 വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ്, അതേ കോൺഗ്രസ് ആണ് പിന്നീട് 5 വർഷം ഭരിച്ചത്. അതേ പ്രധാനമന്ത്രി, അതേ കോൺഗ്രസിന്റെ അധ്യക്ഷ. പക്ഷേ 2004 മുതൽ 5 വർഷക്കാലം എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ ആഗോളവൽക്കരണത്തിന് ശേഷം ഏറ്റവും ആരോഗ്യകരമെന്ന് തോന്നിപ്പിക്കുന്ന പല നിലപാടുകളും എടുത്തത്? എന്തുകൊണ്ടാണ് അതേ കോൺഗ്രസ് കുറച്ചുകൂടി ശക്തമായപ്പോൾ അവരുടെ രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട തീരുമാനമെടുത്തത്? ഇവിടെയാണ് ഇടതുപക്ഷം എന്നാൽ കേവലം CPM-ഓ CPI-ഓ അങ്ങനെയുള്ള സംഘടനകളുടെ പാർലമെന്റിന്റെ അംഗങ്ങളുടെ എണ്ണമല്ല, അതൊരു രാഷ്ട്രീയ ബോധമാണ്. ആ രാഷ്ട്രീയ ബോധത്തിന് തീർച്ചയായും പാർലമെന്റിലെ എണ്ണം വർദ്ധിക്കേണ്ടതുണ്ടെന്ന് കേരളത്തിന്റെ രാഷ്ട്രീയം അറിയാവുന്ന സാധാരണക്കാർക്ക് മനസ്സിലാക്കാം. ഇനിയും വയനാട്ടിൽ ശ്രീ രാഹുൽ വരുന്നു, വരണം. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം കഴിഞ്ഞ 2004 മുതൽ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലമായ അമേഠിയെ നിങ്ങൾക്ക് വയനാടുമായി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. അമേഠിയിൽ നിങ്ങൾ പരിശോധിക്കൂ, അവിടെ സർക്കാർ നിയന്ത്രണത്തിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടോ? ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടോ? എന്ത് വികസനമാണ് അമേഠിയിലുള്ളത്? രാജ്യത്തെ 20% BPL അംഗങ്ങൾ അമേഠിയിൽ നിന്നുള്ളവരാണ് എന്ന് പറഞ്ഞാൽ അമേഠിയിലെ ജനസംഖ്യയിൽ 20% ഇന്നും BPL ആണ്. മറ്റൊരു കണക്ക് വയനാടുമായി പെട്ടെന്ന് മനസ്സിലാകും. അമേഠിയിലെ ആളുകളുടെ വാർഷിക വരുമാനം, ഞാൻ വളരെ കൃത്യമായ കണക്കാണ് പറയുന്നത്, 10,530 രൂപയാണ്. എന്ന് പറഞ്ഞാൽ അമേഠിയിലെ ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ വരുമാനം 10,530 രൂപയാണെങ്കിൽ വയനാട്ടിലെ ഒരു ശരാശരി വയനാട്ടുകാരന്റെ വാർഷിക വരുമാനം 1,20,000 രൂപയാണ്. അർത്ഥം എന്താണ്? അമേഠിയിൽ ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ വികസന സമീപനങ്ങൾ അദ്ദേഹത്തിന്റെ നിരുത്തരവാദപരമായ സമീപനത്തിലൂടെ കൂടി അമേഠി മോശമായിക്കൊണ്ടിരിക്കുന്നു. ഇനിയും വയനാടിന് വേണ്ടി, വയനാട് കോൺഗ്രസിന്റെ കുത്തകയാണെന്നല്ലോ പറഞ്ഞത്, വയനാടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എന്ത് സഹായമാണ് ചെയ്തത്? വയനാട് രൂപീകരിച്ചത് എന്നാണ്? 1980 നവംബർ 1-ാം തീയതി. ആരായിരുന്നു അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി? അന്ന് ഇടതുപക്ഷ മുന്നണിയുടെ മുഖ്യമന്ത്രിയായ സഖാവ് നായനാർ. വയനാട്ടിലുള്ള ഏക കേന്ദ്ര സ്ഥാപനം എന്ന് പറയുന്നത് കേന്ദ്രീയ വിദ്യാലയമാണ്. എന്നാണ് സ്ഥാപിച്ചത്? 1997 ദേവഗൌഡ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ. അർത്ഥം വയനാട് കോൺഗ്രസിന്റെ കുത്തകയാണെന്ന് ഇവർ പറയുമ്പോൾ ആ വയനാടിന്റെ രൂപീകരണത്തിന് വേണ്ടി ഒരു നിലപാടുമെടുത്തവരല്ല കോൺഗ്രസ്സുകാർ. AK ആന്റണിയെ ശ്രീ ഹരിദാസ് പ്രത്യേകം പരാമർശിച്ചു. AK ആന്റണിക്ക് വയനാടുമായുള്ള വൈകാരിക ബന്ധം എന്താണ്? 2003 കേരള ചരിത്രത്തിൽ എക്കാലത്തും ഉണ്ടായ ആദ്യത്തെ ആദിവാസികൾക്കെതിരെയുള്ള വെടിവെപ്പിൽ രക്തസാക്ഷിയെ സൃഷ്ടിച്ച AK ആന്റണി പറയണം, കോൺഗ്രസിന്റെ അധ്യക്ഷ, നിങ്ങൾ വയനാട്ടിലെത്തി വൻ പരാജയം ഏറ്റുവാങ്ങണമെന്ന്. ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ആദിവാസികൾ താമസിക്കുന്ന, ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള, കേരളത്തിന്റെ അഭിമാനമായ വയനാട്ടിലെ ആദിവാസിയെ രക്തസാക്ഷിയാക്കുവാൻ നിർണായ പങ്കുവഹിച്ച AK ആന്റണി നിങ്ങൾ ഓർക്കുക. വയനാടിന് വേണ്ടി കേരളത്തിലെ കോൺഗ്രസ്സുകാർ, ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ പ്രത്യേകം ഒന്നും ചെയ്തിട്ടില്ല. ഷഫീർ, താങ്കളിലേക്ക് എത്തുകയാണ്. താങ്കൾക്ക് സമയം കുറച്ച് അനുവദിച്ചതല്ല, താങ്കൾക്ക് പറയാം. നേരത്തെ KVS ഒക്കെ ചൂണ്ടിക്കാണിച്ച ചില വിഷയങ്ങൾ വിജയരാഘവന് മുന്നിലുമുണ്ട്. നിങ്ങൾ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഷഫീർ, തീർച്ചയായും താങ്കൾക്ക് പറയാം ഷഫീർ. കാരണം അതിനകത്ത് സഖാവ് വിജയരാഘവനേക്കാൾ വലിയ സഖാവാണ് അനിൽകുമാർ. അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകന്റെ വേഷത്തിൽ മാർക്സിയം ചിന്താഗതിയെ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അവർക്കൊക്കെ വല്ലാതെ സമയം കൊടുക്കുകയും കോൺഗ്രസിന്റെ ചർച്ചയിൽ ഇംബാലൻസ് ചെയ്യരുതെന്ന അഭ്യർത്ഥന മാത്രമേ ഞാൻ നടത്തൂ. ഒരിക്കലുമില്ല ഷഫീർ. ഞാൻ ഈ ചോദ്യം ഒന്ന് വ്യക്തമാക്കട്ടെ. ഇടതുപക്ഷത്തെ എങ്ങനെയും തോൽപ്പിക്കുക എന്ന തന്ത്രപരമായ നീക്കം കേരളത്തിൽ ഇപ്പോൾ സ്വീകരിക്കുക, അങ്ങനെ ഒരു നിലപാടെടുക്കുക എന്ന് AK ആന്റണി അടക്കമുള്ള ആളുകൾ എടുത്ത നിലപാടിന്റെ നിർണായകമായ പ്രതിഫലനമാണ് ഇതെന്ന നിരീക്ഷണമൊക്കെ വരുന്നു. ഷഫീർ, കേരളത്തിൽ നിങ്ങൾ എഴുതി വെച്ചുകൊള്ളുക, ഞങ്ങളുടെ മുഖ്യ ശത്രു ഇടതുപക്ഷം തന്നെയാണ്. ഞങ്ങൾ വർഗീയ ഫാസിസത്തെ ചെറുക്കുന്നതിനേക്കാൾ ആർജവത്തോടു കൂടി തന്നെ ഇവരുടെ വർഗ ഫാസിസത്തെയും കൊലപാതക രാഷ്ട്രീയത്തെയും ഞങ്ങൾ എതിർക്കുകയാണ്. കാരണം ഞങ്ങളുടെ കുട്ടികളെ കൊന്നത്, ഞങ്ങൾക്കെതിരായി ഏറ്റവും കൂടുതൽ കൊലപാതക രാഷ്ട്രീയം നടത്തിയിട്ടുള്ളത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളെ എതിർക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. 1. 2, KVS പറഞ്ഞു. KVSന്റെ നിരീക്ഷണത്തെ ഞാൻ നിലനിർത്തി കാണുന്നില്ല. അദ്ദേഹം മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും
3-2 ഭൂരിപക്ഷത്തോടെ BJP അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ നിരീക്ഷകനാണ് അദ്ദേഹം. ജന്മഭൂമിയുടെ മുന്നെടുത്തതാണ്. പക്ഷെ ഹരിദാസ് സാറേ, ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോ. അമേഠി പഴയ അമേഠി എന്ന് പറഞ്ഞ സാറേ, നിങ്ങളുടെ നരേന്ദ്രമോദിയുടെ വലിയ പ്രഭാവമുണ്ടായിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ DSPയുടെയും SP-യുടെയും സഹായമില്ലാതെ 1.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന നേതാവാണ്. നിങ്ങളുടെ ഒരാളുടെയും ഔദാര്യമില്ലാതെ ജയിച്ചു വന്നാലാണ് രാഹുൽ ഗാന്ധി. ഇപ്പോ അവിടെ രാഹുൽ ഗാന്ധിക്ക് SP-യും DSPയും ഒരുമിച്ച് പിന്തുണ കൊടുത്തുകൊണ്ട് അവർ മത്സരത്തിൽ പിന്മാറി നിൽക്കുമ്പോൾ 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കാൻ നിങ്ങളുടെ ആരുടെയും ഒരു ഔദാര്യവും ആവശ്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ തരത്തിലൊന്നും ഈ ചർച്ചയെ കൊണ്ടുപോകേണ്ടതില്ല. 2, ഞാൻ വിജയരാഘവനോട് ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ BJPയെ എതിർക്കാൻ ഞങ്ങൾക്ക് ആരാണോ പ്രാമുഖ്യമുള്ളത് അവിടങ്ങളിൽ ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യും. അങ്ങനെ നിങ്ങൾ കാര്യം ചെയ്യും സാർ. വിജയരാഘവൻ ആർജവത്തോടെ പറയാൻ പറ്റുമോ? തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരും കുമ്മനം രാജശേഖരനുമായിട്ടാണ് മത്സരം. അതൊരു യാഥാർത്ഥ്യമല്ലേ? കുമ്മനം രാജശേഖരനെതിരായി കോൺഗ്രസ് പാർട്ടി അവിടെ ഫൈറ്റ് ചെയ്യുമ്പോൾ അവിടെ BJP ജയിക്കാതിരിക്കാൻ നിങ്ങൾ ദിവാകരനെ നിങ്ങൾ പിൻവലിക്കത്തില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഓരോ സഖ്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ കോൺഗ്രസും LCPയും എതിർക്കുന്നു. നിങ്ങൾ ആ സഖ്യത്തിന്റെ ഭാഗമല്ല. നിങ്ങൾ തമിഴ്നാട്ടിൽ സഖ്യത്തിലാണ്. ഹൈദരാബാദിലെ തെലങ്കാനയിൽ അവിടെ നിങ്ങൾ BJPയെ ചെറുക്കുന്നു. നിങ്ങൾ സഖ്യത്തിന്റെ ഭാഗമല്ല. നിങ്ങൾ ബീഹാറിൽ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയും കോൺഗ്രസും സഖ്യത്തിലാണ്. അവിടെ നിങ്ങൾ കനകകുമാറിനെ ഇടതുപക്ഷ മത്സരത്തിന് സ്വതന്ത്രമായിട്ട് മത്സരിപ്പിക്കുകയാണ്. നിങ്ങൾ SP-യും DSPയും കൂടി സഖ്യമായിട്ട് മത്സരിക്കുന്ന അവിടെ പോലും നിങ്ങൾ സ്വതന്ത്രമായിട്ട് നിൽക്കല്ലേ? ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യമില്ല. നിങ്ങളുടെ നിലപാടെന്താ? കോൺഗ്രസ് വിരുദ്ധതയാണ് നിങ്ങളുടെ നിലപാട്. അപ്പൊ നിങ്ങൾക്ക് പരമാവധി സ്ഥലങ്ങളിൽ കോൺഗ്രസിനെതിരായി നിങ്ങൾ ആളുകളെ ചേർക്കുകയും വോട്ട് പിടിക്കുകയും ചെയ്യുകയും കോൺഗ്രസിനെ നിങ്ങൾ ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്ന കപടതയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഒരു കാര്യം കൂടി, ജയരാഘവ സാറിനൊക്കെ യാഥാർത്ഥ്യബോധത്തോടുകൂടി കാര്യങ്ങൾ കാണണം. 2004 45 കിട്ടിയതുപോലെയോ 2009 9 കിട്ടിയതുപോലെയോ ഒന്നും നിങ്ങൾക്ക് പ്രാവശ്യം കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാലക്രമപ്പെട്ട് കഴിഞ്ഞു. അത് സംഭവിച്ചത് ത്രിപുരയ്ക്ക് ശേഷമാണ്, ബംഗാളിന് ശേഷമാണ്. നിങ്ങൾക്ക് കേരളത്തിൽ ഇത് അവസാനത്തെ തിരുവള്ളിയാണ്. ഇവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഉണ്ടാകുന്ന ഡാമേജ് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, BJPക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുമെന്നുള്ള രാഷ്ട്രീയ ബോധം കോൺഗ്രസിനുണ്ട്. ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനൊന്നും ശ്രമിക്കുന്നില്ല. പക്ഷേ തെക്കേ ഇന്ത്യയിൽ നിന്ന് മത്സരിക്കണം എന്നുള്ളത് കൊണ്ടും ഉത്തരേന്ത്യയിൽ സേഫ് സീറ്റ് ആണെങ്കിൽ പോലും തെക്കൻ ഇന്ത്യയിൽ നിന്ന് മത്സരിക്കണം എന്നുള്ളതിന്റെ രാഷ്ട്രീയത്തെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ നിങ്ങൾ BJPക്കാരെക്കാൾ ആർജവത്തോടു കൂടിയാണ് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്നത്. എന്നാൽ വയനാട് നിങ്ങളുടെ ഫിറ്റിംഗ് സീറ്റാണോ? അല്ല. വയനാട്ടിൽ നിങ്ങൾക്ക് സാധ്യതയുള്ള സീറ്റാണോ? അല്ല. വളരെയധികം പിന്നെ സ്ട്രഗിൾ ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 20,000 അടുപ്പിച്ച വോട്ട് ഭൂരിപക്ഷത്തിൽ നമ്മൾ ജയിച്ച സ്ഥലമാണ്. ശ്രീ K. മുരളീധരൻ 1 ലക്ഷം വോട്ട് പിടിച്ചിട്ടും 1.5 ലക്ഷം വോട്ടിന് വയനാട് ജയിച്ച സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് സാധ്യത ഇല്ല എന്നിരിക്കവേ നിങ്ങൾ അവിടെ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയെ ചെറുക്കുന്നതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമല്ലേ? അപ്പോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള രാഷ്ട്രീയ ബലം ഇപ്പൊ CPM-നും ഇടതുകക്ഷികൾക്കും ഇല്ല. അത് RSPക്കും ഫോർവേഡ് ബ്ലോക്കിനും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത്രേ ഉള്ളൂ, ഞങ്ങൾ ഒരു മുന്നണിയാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ശേഷം ഗവൺമെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒന്നുകിൽ BJPയുടെ മുന്നണിയെ ക്ഷണിക്കും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുന്നണിയെ ക്ഷണിക്കും. ഞങ്ങൾക്ക് പരമാവധി MP-മാരെ ജയിപ്പിച്ചെടുക്കേണ്ടത് ഞങ്ങൾക്ക് BJPയെ ചെറുക്കുന്നതിന്റെ ഭാഗമായി അത്യാവശ്യമാണ്. ഇടതുപക്ഷത്തിന്റെ MP-മാരുടെ എണ്ണം കൂടി ഞങ്ങളിട്ട് ചേർക്കില്ല. അപ്പോ ഞങ്ങൾ കേരളത്തിൽ എതിർക്കുന്നത്, ഇന്ത്യയിൽ എതിർക്കുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കാത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ മത്സരിക്കുന്നതിനെ നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, വിജയരാഘവ സാറിനോട് ഈ ചർച്ചയിൽ സാർ ആർജവമുണ്ടെങ്കിൽ ഒരു ചോദ്യത്തിന് മറുപടി തരണം. 543 പാർലമെന്റിൽ BJPയും CPM-ഉം തമ്മിൽ നേർക്കുനേർ മത്സരിക്കുന്ന ഒരു ലോക്സഭാ സീറ്റുണ്ട് സാർ. 543 ലോക്സഭാ സീറ്റുകളിൽ പല സ്ഥലത്തും കോൺഗ്രസും BJPയും നേർക്കുനേർ മത്സരിക്കുന്നുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ പാർട്ടി BJPയെ നേർക്കുനേർ മത്സരിക്കുന്ന ഒരു സീറ്റുണ്ടോ വിജയരാഘവൻ? എന്നിട്ട് നിങ്ങൾ പറയൂ BJPയെ ചെറുക്കാൻ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കണമെന്ന് പറയും. ശ്രീ വിജയരാഘവൻ, BRM ഷഫീർ ഉയർത്തുന്ന ചില കാര്യങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കൾ ആദ്യഘട്ടത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. ഒരു ഘട്ടത്തിൽ വയനാട് സീറ്റിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് രാഹുലിനെ പിന്തുണച്ചുകൂടെ എന്ന് വരെ ചോദിച്ചു. ഇപ്പോൾ BRM ഷഫീർ പറയുന്നത് വർഗീയതയെ എതിർക്കുന്നതിനോടൊപ്പമോ അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്കോ വർഗ രാഷ്ട്രീയത്തിനെയും കോൺഗ്രസ് നോട്ടമിടുന്നു എന്നാണ് വിജയരാഘവൻ. ഒപ്പം അദ്ദേഹം താങ്കൾക്ക് മുന്നിൽ വയ്ക്കുന്ന ചില ചോദ്യങ്ങളും.
ഇതൊക്കെ ഈ കോൺഗ്രസിൻ്റെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി അവർ വാടകയ്ക്കെടുത്തിട്ടുള്ള ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകാർ എഴുതി കൊടുത്ത പോയിന്റുകളാണ് അദ്ദേഹം ഇവിടെ ഇപ്പോൾ വെച്ചത്. അതിലൊന്നും ഒരു കൃത്യതയും വ്യക്തതയും ഇല്ല. ഞങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ പാർട്ടി മത്സരിക്കാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ മത്സരിക്കുന്നിടത്ത് ഞങ്ങൾക്ക് തന്നെ വോട്ട് പിടിക്കുക. ഞങ്ങൾ മത്സരിക്കാത്ത സ്ഥലങ്ങളിൽ BJPയെ തോൽപ്പിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥിക്ക്, മികവുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക. അതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടനുസരിച്ച് തിരുവനന്തപുരത്ത് ശശി തരൂരിന് വോട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കപ്പെട്ടിട്ട് നിലപാടില്ലല്ലേ? ഇദ്ദേഹത്തിന് ഇത് മനസ്സിലായിട്ടില്ല. അദ്ദേഹം ചോദിക്കുക, തിരുവനന്തപുരത്ത് ശശി തരൂരും കുമ്മനം രാജശേഖരനും ഇടതുപക്ഷവും മത്സരിച്ചാൽ ഈ ശശി തരൂർ ജയിക്കുമെന്നതിന് എന്ത് ഗ്യാരണ്ടി? എന്താ ഗ്യാരണ്ടി? ആ തിരുവനന്തപുരത്ത് നടന്ന നിയമസഭാ സീറ്റുകളിൽ ആ നിയോജകമണ്ഡലത്തിൽ ആർക്കാ മുൻകൈ? ഇടതുപക്ഷത്തിന് മുൻകൈ, കോൺഗ്രസിനല്ല. ഈ വയനാട്ടിൽ പോലും കോൺഗ്രസിനാണോ മുൻകൈ? മോശമല്ലാത്ത 3 സ്ഥലങ്ങളിൽ ഇടതുപക്ഷം ജയിച്ചു നിൽക്കുന്ന ഒരു നിയോജകമണ്ഡലമാണ് വയനാട്. കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം 21,000. ഈ എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തിനോട് ഞാൻ മറിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുക. ഈ പച്ചക്കൊടി കെട്ടിയിട്ട് വേണ്ടേ ജയിക്കാൻ? സ്വന്തം കരുത്തുകൊണ്ട്, ഈ കോൺഗ്രസിന്റെ സ്വന്തം കരുത്തുകൊണ്ട് ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കാനുള്ള കരുത്തുണ്ടോ? നിങ്ങൾ ഈ ആന്റണി മുതൽ ഇപ്പൊ അവിടെ വന്നിരിക്കുന്ന മാന്യ സുഹൃത്ത് മാത്രം ഒന്നിച്ചുകൊണ്ട് കോൺഗ്രസിനെ കഴിയോ? പച്ച കൊടി കെട്ടി ഇങ്ങനെ നടക്കുന്ന പാണക്കാട്ട തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും നടുക്ക് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെ കണ്ട് അഭിമാനബോധം, മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഒരു പാർട്ടിയാണിത്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രസ്ഥാനമാണത്. നിങ്ങൾ ഇപ്പൊ വന്നിട്ട് ഇതാ നിൽക്കുന്നു നിങ്ങൾ പച്ചക്കൊടി. ഇന്ത്യ മുഴുവൻ കാണാൻ പോവുക ഈ രാഹുൽ ഗാന്ധിക്ക് ചുറ്റും പച്ചക്കൊടി. എന്തൊരു മാനം കെട്ട സ്ഥിതിയാണ്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങൾക്കെതിരായിട്ടൊരു വിമർശനം കൊണ്ടുവരുമ്പോൾ അതാലോചിക്കൂ. നിങ്ങളുടെ ദയനീയതയാണിത്. സ്വന്തമായി ജയിക്കാൻ മലപ്പുറം ജില്ല, നിങ്ങൾക്ക് കാസർഗോഡ് മറ്റേ തമിഴ്നാടും കർണാടകയും ഉള്ളത് കൊണ്ടല്ല നിങ്ങൾ ഇവിടെ നോമിനേഷൻ കൊടുത്തിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ 3 നിയോജക മണ്ഡലം ഉള്ളത് കൊണ്ടാണ്. ആന്റണി പണ്ട് ജയിച്ചത് തിരൂരങ്ങാടിയിൽ പോയിട്ടാ. അതുകൊണ്ടാണ് ഈ ആന്റണി പറഞ്ഞു കൊടുത്തു, ജയിക്കണമെങ്കിൽ തിരൂരങ്ങാടിയിൽ പോയി ലീഗ് സഹായത്തോടു കൂടി ഞാൻ ജയിച്ച അനുഭവമുണ്ട്. ആ അനുഭവത്തിന്റെ ഒരു തനിയാവർത്തനം നമുക്ക് മലപ്പുറം ജില്ലയുടെ 3 നിയോജക മണ്ഡലങ്ങൾ കൂടിയുള്ള ഇവിടെ വന്ന് മത്സരിക്കാം. ഒരു സുരക്ഷിത മണ്ഡലം കിട്ടാൻ ലീഗിന്റെ താഴെ നിൽക്കണം കോൺഗ്രസ് എന്ന നാണക്കേട് ഇന്ത്യ അറിയാൻ പോവുകയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങളെയൊന്നും പേടിപ്പിക്കേണ്ട. ഞങ്ങൾ ഇതിനെ നേരിട്ടോളും. രാഹുൽ ഗാന്ധി വരുമ്പോൾ രാഹുൽ ഗാന്ധി നേരിടും. ഞാൻ പറഞ്ഞല്ലോ, EMSന്റെ കാലത്ത് ഞങ്ങൾ ജവഹർലാൽ നെഹ്റുവിനെ നേരിട്ട് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഇതരമായ ഒരു ഗവൺമെന്റ് ഒക്കെ ഇന്ത്യയിലെ സംസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ആദ്യം തെളിയിച്ച നാടാണ് കേരളം. ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് ഗതിയില്ലാത്തത് കൊണ്ട് ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ അതിനെ കേരളത്തിൽ ആകെ ഞങ്ങളെങ്ങ് ഇല്ലാതാക്കി കളയാം. ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടാവും. അതൊക്കെ ആഗ്രഹ പ്രകടനം മാത്രമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ട പാർട്ടി ഏത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇപ്പോഴും നിങ്ങൾക്ക് അത് തന്നെയാണ്. ഈ ഇന്ദിരാഗാന്ധിയുടെ വീട്ടിൽ നിന്നല്ലാതെ ഒരു കോൺഗ്രസ് നേതാവിന് നിങ്ങൾക്ക് ലോകാവസാനം വരെ ഉണ്ടോ? ഈ പറഞ്ഞ നേതാവിനുണ്ടോ? എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ഈ രാഹുൽ ഗാന്ധിയെ മറ്റേ വേറൊരു നേതാവുണ്ട്, ഒരു പാർട്ടി ഉണ്ടോ? തകർച്ചയുടെ പൂർണ്ണതയിലെത്തിയിലേക്ക് ആ തകർച്ചയുടെ പൂർണ്ണതയുടെ ഔന്നത്യമാണ് ഇപ്പോ വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. വിജയരാഘവൻ, KVS ഹരിദാസ് നേരത്തെ ചോദിച്ചത് കൂടിയാണ്. ചില മുന്നണി സാധ്യതകളെ സംബന്ധിച്ചും അതുമായ കൂടിയാലോചനകളുമായി ബന്ധപ്പെട്ട ആലോചനകൾ ഉള്ളപ്പോൾ കോൺഗ്രസുമായി ഒരു മതേതര സഖ്യം പാർട്ടി കോൺഗ്രസിൽ അടക്കം ഉയർന്നു വന്ന ചില ആഴമുള്ള ചർച്ചകൾ, അതൊക്കെ KVS സൂചിപ്പിച്ചു. KVS സൂചിപ്പിക്കുന്നത് എങ്ങനെ ഇതുപോലൊരു സംവിധാനത്തെ വിശ്വസിക്കാൻ ഇടതുപക്ഷത്തിനാകും എന്നാണ്. ഇനി മുന്നോട്ടുള്ള പോക്കിലായാലും KVS പോലും അങ്ങനെ ചോദിക്കുന്നു. വിജയരാഘവൻ, അല്ല, ഇടതുപക്ഷത്തിന്റെ ഒരു സമീപനം എന്നത് തികച്ചും സുതാര്യമായ ഒരു രാഷ്ട്രീയ സമീപനമാണ്. ഞങ്ങളുടെ പാർട്ടി സമ്മേളനം, അതിൽ നടന്ന ചർച്ചകൾ, അതിൻ്റെ തീരുമാനങ്ങൾ രേഖയായി ഇന്ത്യയിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലെ ചർച്ചകളിൽ എപ്പോഴും BJP തുടരുന്ന നയങ്ങൾ ഈ രാജ്യത്തിലെ സാധാരണ മനുഷ്യന്റെ പൊതു താല്പര്യത്തെ സംരക്ഷിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ മതനിരപേക്ഷതയെ പരിരക്ഷിക്കാനാവുന്നില്ല. നമ്മുടെ നാട്ടിലെ സാമ്പത്തിക നയങ്ങളിൽ അത് സമ്പന്ന താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം കുറച്ചുകൊണ്ടുള്ള ഒരു തുല്യതയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ അത് പരാജയപ്പെട്ടിരിക്കുന്നു. ഇത് വസ്തുതയാണ്. സാമൂഹ്യ നീതിയിൽ നിന്ന് അത് വളരെ അകലേക്ക് പോയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിനകത്ത് വിദ്വേഷത്തിൻ്റെ ഒരു രാഷ്ട്രീയം ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് ഇന്ത്യയുടെ പൊതു പൈതൃകത്തിൻ്റെ, വിശേഷിച്ച് ദേശീയ സ്വാതന്ത്ര്യ സമര പൈതൃകത്തിൻ്റെ ഒരു തുടർച്ചയ്ക്ക് വലിയ വിഘാതം ഉണ്ടാക്കിയിരിക്കുന്നു.
രാജ്യത്തെ ഒന്നിപ്പിച്ചു നിർത്താനല്ല, ഭിന്നിപ്പിച്ചു നിർത്താനാണ് അത് സഹായിക്കുക. അത്തരം ഒരു സാഹചര്യത്തിൽ BJPയെ കേന്ദ്രത്തിൽ നിന്ന് അധികാരഭ്രഷ്ടമാക്കാനുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും പിന്തുണ കൊടുക്കുക എന്നുള്ള ഒരു നിലപാടാണ് ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഇന്ന് BJPക്ക് പകരം നിൽക്കാൻ കഴിയുന്ന ഒരൊറ്റ പാർട്ടി ഇല്ല എന്നത് ഒരു വസ്തുതയാണ്. കോൺഗ്രസ് ഈ ക്ഷണമൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. ഏത് ക്ഷണമാണ് ഈ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കിട്ടുക? അവരെവിടെ എത്താൻ പോകുന്നത്? എത്ര സീറ്റാണ് കോൺഗ്രസിന് കിട്ടാൻ പോകുന്നത്? എവിടെ നിന്ന്? 13 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒറ്റയ്ക്ക് ഒരു സീറ്റ് ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് കിട്ടുമോ? അതെല്ലാം വസ്തുതയായിട്ട് നിലനിൽക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ പരമാവധി വിപുലമായ ഒരു മതേതര മുന്നണി എന്ന സങ്കല്പമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത്. ആ മതേതര മുന്നണിയിൽ കോൺഗ്രസിന് ഉൾപ്പെടെ ഈ മതേതര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാനാകും. അത് ഒരു ഐക്യമുന്നണിയായി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കലൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അജണ്ടയിലില്ല. അത് വ്യക്തമായ കാര്യമാണ്. അത് ആ പ്രധാനമന്ത്രി ആരാണ് എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം രൂപം കൊള്ളുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അന്നുണ്ടാവുന്ന മതേതര മുന്നണിയിലെ ഭൂരിപക്ഷം ആളുകൾ ചേർന്നെടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതിനാകെ കരുത്തുകൂട്ടുന്ന സമീപനം ഇന്ത്യയിലെ എല്ലാ മതേതരവാദികളും എടുക്കണം. അതൊരു പാർട്ടി മാത്രമല്ല, എല്ലാവരും എടുക്കണം. ഞങ്ങൾ ഇടതുപക്ഷവും ആ നിലയിലുള്ള നിലപാട് എടുക്കണം. ആവശ്യമായ വിട്ടുവീഴ്ചകൾ ചെയ്യണം. കാരണം ആ ഒരു മതേതര മുന്നണിക്ക് ഇന്ത്യയിൽ ഭൂരിപക്ഷ സ്ഥാനങ്ങളിൽ ജയിക്കാൻ കഴിയുക എന്ന് ഉറപ്പാക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമമാണ് ഇടതുപക്ഷം നടത്തിയിട്ടുള്ളത്. ആ അളവിൽ അത് ഉൾക്കൊള്ളാൻ കോൺഗ്രസ് പോലെയുള്ള പാർട്ടിക്ക് ഇന്ന് സാധിക്കാതെ പോയിരിക്കുന്നു. മറ്റൊന്നുമല്ല, ആ നിലയിലുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം ഇന്ന് കോൺഗ്രസിനില്ല എന്നത് ഒരു വസ്തുതയാണ്. രണ്ട് കാര്യങ്ങൾ കോൺഗ്രസിനില്ല. മികവാർന്ന രാഷ്ട്രീയ നേതൃത്വമില്ല. രാജ്യത്താകെ ഇന്ന് BJP നേരിടാനുള്ള സംഘടനാ സംവിധാനവുമില്ല. അതുകൊണ്ട് എല്ലാ മതേതര പ്രതിപക്ഷ പാർട്ടികളുടെയും വലിയ കൂട്ടായ്മ അനിവാര്യമായ ഒരു സന്ദർഭത്തിൽ അതിനെ ആ നിലയിൽ കണ്ടുകൊണ്ട് ഗൗരവപൂർവ്വം രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല കോൺഗ്രസ് പാർട്ടിക്ക്. ഇപ്പൊ ഇവിടെ ഒന്ന് പറയുന്നത് കേട്ടില്ലേ? ഇടതുപക്ഷമാണ് അവരുടെ ഏറ്റവും മുഖ്യ ശത്രു എന്ന് പറയുകയാണ്. കൊലപാതക രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും ഇവിടെ കോൺഗ്രസ്സുകാർ പറഞ്ഞേക്കരുത്. MLA ആയ ഇരിക്കെ സഖാവ് കുഞ്ഞാലിയെ നൂറുകണക്കിന് 137 ഇടതുപക്ഷ മുന്നണി പ്രവർത്തകന്മാരെ, 20ഓളം SFI കാഡർമാരെ, ഇവരെയൊക്കെ നല്ല കൊലപാതകത്തിലൂടെ കൊലപ്പെടുത്തിയ കോൺഗ്രസിന്റെ ഒരു പൈതൃകം നമ്മുടെ മുന്നിൽ തന്നെ കിടക്കുകയാണ്. വ്യക്തമാണ്. KVS ഹരിദാസ്, ഇതിനോടകം BJPയുടെ ദേശീയ നേതൃത്വവും ഇതിനനുബന്ധമായ ചില പ്രതികരണങ്ങൾ നടത്തി കഴിഞ്ഞു. ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഒക്കെ രാഹുൽ ലക്ഷ്യമിടുന്നു. ഈ ഒളിച്ചോട്ടത്തിന്റെ മറ്റൊരു മുഖം അങ്ങനെയാണെന്ന് കൂടി BJP ദേശീയ നേതൃത്വം ഇതിനോടകം പ്രതികരിച്ചു കഴിഞ്ഞു. KVS, അത് തുടരുമോ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ രാജ്യത്താകെ? അല്ല, ഒരു വിജയരാഘവൻ സൂചിപ്പിച്ചത് അതിലേക്ക് തന്നെയാണ്. ഞങ്ങൾ മാത്രമല്ല, വിജയരാഘവനും അത് തോന്നുന്നു എന്നുള്ളതല്ല എൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ജയിക്കണമെങ്കിൽ മലപ്പുറം ജില്ലയിലെ 3 നിയോജക മണ്ഡലങ്ങൾ വേണം. പാണക്കാട് തങ്ങളുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ച് എന്നെ ജയിപ്പിക്കണേ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയെ നമുക്ക് നാളെ കാണേണ്ടി വരും. പണ്ട് പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞു മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ചത്ത കുതിരയാണെന്ന്. അദ്ദേഹത്തിന്റെ പിൻഗാമി ഇന്ന് വന്നിട്ട് ഈ കുഞ്ഞാലിക്കുട്ടിയുടെയും മുഹമ്മദ് ബഷീറിന്റെയും പാണക്കാട് തങ്ങളുടെയും മുമ്പിൽ കാല് പിടിക്കുന്ന കാഴ്ച കേരളത്തിന് കാണേണ്ടി വരും. ഇവിടെ പച്ച കൊടിയും പിടിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിന് മുന്നിൽ നടന്നു പോകുന്നത് നമ്മൾ കാണേണ്ടി വരും. അത് തീർച്ചയായിട്ടും ദേശീയ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തന്നെയാവും, യാതൊരു സംശയവുമില്ല. വടക്കേ ഇന്ത്യയിൽ രുദ്രാക്ഷമാലയിട്ട് കാവ്യ ഉടുപ്പും ധരിച്ച് സന്യാസാശ്രമങ്ങളും അമ്പലങ്ങളും കയറി നടക്കുന്ന രാഹുൽ ഗാന്ധി ഇവിടെ പാണക്കാട് തങ്ങളോടൊപ്പമാണ് വോട്ട് പിടിക്കുന്നതെന്നുള്ള വിവരം രാജ്യം ചർച്ച ചെയ്യാൻ പോവുകയാണ്. അത് ദേശീയ രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ, ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ ചില്ലറയായിരിക്കില്ല, യാതൊരു സംശയമില്ല. വേറൊന്ന് എനിക്ക് തോന്നിയത്, ഇപ്പോഴെങ്കിലും വിജയരാഘവൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയണം. ഈ കോൺഗ്രസ്സുകാരൻ നമ്പാൻ കൊള്ളില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോഴും അദ്ദേഹം, നിങ്ങൾക്ക് BJP വിരുദ്ധ മുന്നണി ഉണ്ടാക്കാം, ആരെ വേണമെങ്കിലും കൂട്ടാം, പക്ഷെ അതിൻ്റെ തലപ്പത്ത് അതിൻ്റെ ഒപ്പം ഈ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ പോലുള്ള കോൺഗ്രസ്സുകാരെയും വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം തുറന്നു പറയാൻ ഇനിയെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാവണ്ടേ? ബംഗാളിൽ അവർ പുറംകാല് കൊണ്ട് അടിച്ച് പുറത്താക്കി. സഖ്യത്തിന് വേണ്ടി എന്തെല്ലാം ശ്രമിച്ചതാ. ബീഹാറിൽ ഒരു സീറ്റ് കൊടുത്തോ CPM-ന്? അങ്ങനെ CPM-നെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന, ഒരിടത്തും അക്കോമഡേറ്റ് ചെയ്യാത്ത ഒരു പാർട്ടിയെ ഇനിയും ആ പാർട്ടിയിൽ എന്തിനാ ഇനിയും CPM വിശ്വാസം അർപ്പിക്കുന്നേ? നിങ്ങൾക്ക് BJP എതിർക്കാനുള്ള അവകാശമുണ്ട്. അതിന് വേണ്ടിയിട്ട് ആരെയും കൂട്ടാം.
പക്ഷെ ആ കൂട്ടത്തില് രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളെ വേണ്ടി വരുമോ എന്നുള്ള കാര്യം ഇനിയെങ്കിലും തുറന്നു പറയാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങളൊരു അബദ്ധം കൂടി കാണിച്ചു. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ നാഷണൽ ഹെറാൾഡ് ഉൾപ്പെടെ ഈ സോണിയ വെസ്റ്റ് ലൈൻ ഹെലികോപ്റ്റർ ഇടപാട് ഉൾപ്പെടെ എത്രയോ അഴിമതി കഥകൾ പുറത്തു വന്നു ഈ കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന്. അതൊന്നും ചർച്ചാ വിഷയമാക്കാനായിട്ട് ഇടതുപക്ഷം തയ്യാറായില്ല. കാരണം ഈ രാഹുൽ ഗാന്ധിയെ ചുമക്കേണ്ടി വരും എന്നുള്ള ഭയം കൊണ്ടായിരിക്കും. ഇനിയിപ്പോ നിങ്ങൾക്ക് വയനാട്ടില് ഈ അഴിമതി കഥകൾ പറയാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ? നാഷണൽ ഹെറാൾഡിലെ 5000 കോടിയുടെ തട്ടിപ്പ്, വെസ്റ്റ് ലാൻഡ് ഹെലികോപ്റ്ററിലെ ദല്ലാളന്മാര് ഇപ്പൊ എൻഫോഴ്സ്മെന്റിന്റെയും CBIയുടെയും കസ്റ്റഡിയിലാണ്. അവർ നടത്തിയിട്ടുള്ള അഴിമതി കഥകളുടെ ചരിത്രം രാജ്യം കണ്ടത് കഴിഞ്ഞാൽ പലരും ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അതിനി വയനാട്ടിൽ നിങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റുമോ? നേരത്തെ അത് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ വിദ്വാൻ ചിലപ്പോ കേരളത്തിലേക്ക് കടന്നു വരില്ലായിരുന്നു. BRM ഷഫീർ കണ്ടോ ഈ ചർച്ചകൾ, ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ സ്വഭാവം പോകുന്നത് കണ്ടോ ഷഫീർ? കോൺഗ്രസിന് വയനാട് എങ്ങനെ കേരളത്തിൽ മറ്റ് ജില്ലകളില്ലേ? കോൺഗ്രസിന്റേതായ അടിത്തറയുള്ള കോൺഗ്രസിന്റെ കൊടി പിടിച്ച് രാഹുൽ ഗാന്ധിക്ക് വിജയിച്ച് നടന്നു പോകാൻ കഴിയുന്ന എന്തുകൊണ്ട് വയനാട്? KVS ഹരിദാസ് പറഞ്ഞതിന്റെ സ്വരം മനസ്സിലായോ? രാജ്യത്താകമാനം ഇത് മറ്റൊരു നിലയിലേക്ക് ഈ ചർച്ചകൾ പോകാൻ പോവുകയാണ് ഷഫീർ. KVS വളരെ സ്പഷ്ടമായി തന്നെ പച്ചയായ വർഗീയതയാണ് പറയാൻ ശ്രമിച്ചത്. അത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, കേരളത്തിലെ ഒരു ജാതി സംഘടനയെ കക്ഷത്ത് പിടിച്ചിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മകന് സീറ്റ് കൊടം ചിഹ്നത്തിൽ അധികാരത്തിൽ കൊടുത്തിട്ട് തൃശൂർ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചിട്ടാണ് മറ്റൊരു സമുദായത്തിനെയും മറ്റൊരു സമുദായത്തിന്റെ സംഘടനകളെയും ത്യാജോപതം ചെയ്യാൻ ഹരിദാസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിനകത്തുള്ള വൈരുദ്ധ്യം. മിസ്റ്റർ ഹരിദാസ്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ. നിങ്ങളുടെ ആരുടെയും ഔദാര്യത്തിലൊന്നുമല്ല UP-യിൽ നമ്മൾ മത്സരിക്കുന്നതും അല്ലെങ്കിൽ അമേഠിയിൽ മത്സരിക്കുന്നതും കേരളത്തിൽ ഇവിടെ മത്സരിക്കുന്നതും. അതിന് ആരുടെ ഔദാര്യമൊന്നും ആവശ്യമില്ല. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷി എന്ന നിലയിൽ ഞങ്ങൾ ഏറെ ബഹുമാനിക്കുന്ന മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്നതിൽ ഞങ്ങൾക്കൊരു കുറ്റബോധമില്ല. ഇതേ ലീഗിനെ കിട്ടണമെന്ന് ആഗ്രഹിച്ച പാർട്ടിയുടെ ആളുകളാണ് ശ്രീ സഖാവ് വിജയരാഘവന്റെ ആളുകൾ. അതവിടെ നിൽക്കട്ടെ. ഈ ലീഗിനെ കിട്ടാത്തത് കൊണ്ട് ഇതേ പച്ചക്കൊടി അപ്പുറത്ത് പിടിച്ച IL-നെ കൂടെ കൂട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അംഗത്വം കൊടുത്ത ആളിനോടാണ് സഖാവ് വിജയരാഘവനോടാണ് താങ്കൾ ഇതൊക്കെ പറയേണ്ടത്, ഞങ്ങളോട് പറയണ്ട. പിന്നത്തെ കാര്യം, ഇവിടെ സഖ്യമുണ്ടോ എന്നുള്ളത് സഖാവ് വിജയരാഘവൻ നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ത്യയിൽ 2 സഖ്യങ്ങളേ ഉള്ളൂ. ഒന്ന് BJP എതിർത്ത് കൊടുക്കുന്ന സഖ്യം, 2 കോൺഗ്രസ് എതിർത്ത് കൊടുക്കുന്ന സഖ്യം. ഇവിടെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സഖ്യവുമായിട്ട് വരുന്നില്ല. ഞങ്ങൾക്കിവിടെ UDF ഉണ്ട്. തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ പാർട്ടിയുമായിട്ട് സഖ്യമാണ്. അവിടെ കർണാടകയിൽ ജനതാദളുമായിട്ട് ഞങ്ങൾ സഖ്യമാണ്. നിങ്ങൾക്കിവിടെ ജനതാദളിന് നിങ്ങളൊരു സീറ്റ് കൊടുത്തില്ല. നിങ്ങൾ ചേട്ടനും അനിയനും കൂടി വീതിച്ചെടുത്തു. അതുകൊണ്ട് അവർക്ക് ജനതാദൾ നിങ്ങൾ അവിടെ അക്കോമഡേറ്റ് ചെയ്തില്ല. അവിടെ ആന്ധ്രയിൽ ഞങ്ങൾക്ക് സഖ്യമില്ല. മഹാരാഷ്ട്രയിൽ ഞങ്ങൾ NCP-യുമായിട്ട് സഖ്യമാണ്. ആ NCP-ക്ക് നിങ്ങൾ ഇവിടെ സീറ്റ് കൊടുത്തില്ല. അതുകൊണ്ട് അവർ അവിടെ സീറ്റ് തന്നില്ല. ബീഹാറിൽ ഞങ്ങൾ RJD-യുമായിട്ട് സഖ്യമാണ്. കശ്മീരിൽ ഫറൂഖ് അബ്ദുള്ളയുടെ പാർട്ടിയുമായിട്ട് സഖ്യമാണ്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ഞങ്ങൾക്ക് BJP-യെ ചെറുക്കാൻ BJP-യുടെ ഹിന്ദി ഹൃദയഭൂമിയായ രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ ഛത്തീസ്ഗഡിലോ ഡൽഹിയിലോ BJP-യെ ചെറുക്കാൻ ഞങ്ങൾക്ക് ആരുടെയും തുടക്കാരി പിടിക്കേണ്ട ആവശ്യമില്ല. ശരി, വ്യക്തമാണ്. അനിൽകുമാർ, താങ്കൾ നേരത്തെ നടത്തിയ നിരീക്ഷണങ്ങളിൽ മുഖ്യ ശത്രുവും പൊതുവായി എതിർക്കപ്പെടേണ്ട ആളും ഇനി ഒരിക്കലും നേതൃത്വം നൽകാൻ പാടില്ലാത്ത ആളുമായി ചൂണ്ടിക്കാണിച്ചത് നരേന്ദ്രമോദിയാണ്. BRM ഷഫീർ പറയുന്നത് താങ്കൾ ഒരു മാർക്സിയൻ നിരീക്ഷകനാണെന്ന്. പക്ഷേ ഇപ്പോൾ നോക്കൂ, KVS ഒക്കെ ചൂണ്ടിക്കാണിച്ച വിഷയം ഇതിനോടകം BJP-യുടെ ദേശീയ നേതൃത്വം പ്രതികരിച്ചു കഴിഞ്ഞു. മറ്റൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇവിടെയല്ലേ ഒരു പക്ഷേ മുഖ്യമന്ത്രിയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ സന്ദേശം, ഈ സ്ഥാനാർത്ഥിത്വത്തിലുള്ള സന്ദേശം എന്ന ഒരു കോട്സിലുള്ള ആ വാക്കുകൾ അതീവ പ്രസക്തമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഘട്ടം എത്തുന്നത്? തീർച്ചയായും ഈ കോൺഗ്രസിന് കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളോടും ഇടതുപക്ഷത്തോടും BJP-യോടുള്ള സമീപനം കൃത്യമായി മനസ്സിലാക്കാൻ ശ്രീ വാജ്പേയിയുടെ ക്യാബിനറ്റിലെ അംഗമായ ശ്രീ അരുൺ ഷൂറിയുടെ വാക്കുകൾ കടമെടുത്താൽ മതി. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് പ്ലസ് പശു സമം BJP ആണെന്നാണ്. കോൺഗ്രസും BJP-യും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. നമ്മൾ നോക്കൂ, ഇവിടുത്തെ വിമാനത്താവളങ്ങൾ വിൽക്കാൻ BJP തീരുമാനിച്ചു. കോൺഗ്രസിന്റെ സമീപനം എന്താണ്? ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് വിദേശ രാജ്യത്ത് നിന്ന് റബ്ബർ വില കുറച്ച് ഇറക്കുമതി ചെയ്യുന്നു. എന്താണ് കോൺഗ്രസിന്റെ തീരുമാനം? പെട്രോളിന്റെ വില മാർക്കറ്റ് തീരുമാനിക്കട്ടെ എന്ന് കോൺഗ്രസ് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി BJP അതേസമയം ഡീസലിലെടുത്തു. എന്താണ് ഇന്ത്യൻ ജനത അനുഭവിക്കുന്നത്? അപ്പോൾ രാഷ്ട്രീയമായി കോൺഗ്രസും BJP-യും തമ്മിൽ വ്യത്യാസമില്ല എന്നതുകൊണ്ടാണ് കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞത് ഞങ്ങളുടെ മുഖ്യ ശത്രു ആരാണ്? കേരളത്തിലെ ഇടതുപക്ഷമാണെന്ന്. കാര്യം എന്താണ്? രാഷ്ട്രീയമായി BJP-യും കോൺഗ്രസും ഇന്ത്യൻ കുത്തകൾക്ക് വേണ്ടി, ആഗോള കുത്തകൾക്ക് വേണ്ടി ഇന്ത്യയിലെ
മറ്റു ചില സമ്പന്നരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവിടെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. BJP പരസ്യമായി വർഗീയത പറയുന്നു, കോൺഗ്രസ് അത് ഗോപ്യമായി കൈകാര്യം ചെയ്യുന്നു. വിജയരാഘവൻ, സമയപരിമിതി കൂടിയുണ്ട്, ചുരുക്കാം. നിങ്ങൾക്കെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ മത്സരം എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇടതുപക്ഷം. എങ്ങനെയാണ് ഒരു താരമൂല്യം കൊണ്ടൊക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ സാക്ഷരത അട്ടിമറിക്കപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ BRM ഷഫീർ സൂചിപ്പിച്ച കാര്യങ്ങളുമുണ്ടല്ലോ, ചുരുക്കി അതിനുള്ള മറുപടി എങ്ങനെ LDF മുന്നോട്ട് പോകും? LDFിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഒരു ബദൽ നയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മികവാർന്നൊരു ഭരണം സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് തികച്ചും മതനിരപേക്ഷമായ ഒരു അന്തരീക്ഷം, സമാധാനപരമായ അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിനുള്ള കാഴ്ചപ്പാട് അത് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. കോൺഗ്രസും BJPയും കൈകാര്യം ചെയ്ത സാമൂഹ്യ നീതി രാഷ്ട്രീയത്തിൽ നിന്ന് ബദലായി 40 ലക്ഷം കുടുംബങ്ങളെ സഹായിക്കുന്ന സാമൂഹ്യ നീതി ഉറപ്പാക്കുന്ന ഒരുപാട് നിലപാടുകൾ ആ ഗവൺമെൻറ്റിനുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും നടപ്പിലാക്കിയ നന്മ നിറഞ്ഞൊരു പ്രവർത്തനമുണ്ട്. ഇടതുപക്ഷം എന്ത് എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇടതുപക്ഷം കേരളത്തിൽ ചെയ്തതിന് തുല്യമായി ഒന്നും ഏതെങ്കിലും ഒരു സ്ഥലത്ത് കോൺഗ്രസ് ചെയ്തിട്ടില്ല, BJP ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തതയുണ്ട് ഇടതുപക്ഷത്തിന് എന്നുള്ളൊരു തിരിച്ചറിവ് കേരളത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഇന്നത്തെ ഇന്ത്യയിൽ വർഗീയതയ്ക്കെതിരായി ഏറ്റവും ശക്തമായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഇടതുപക്ഷത്തിനാണ്. സാമ്പത്തിക നയങ്ങളിൽ സാധാരണക്കാർക്കെതിരായ സാമൂഹ്യനീതി നിഷേധിക്കുന്ന നയങ്ങളുടെ കാര്യത്തിൽ, രാജ്യത്തെ വിറ്റുതുലക്കുന്ന നയങ്ങളുടെ കാര്യത്തിൽ, കോർപ്പറേറ്റ് സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ സൈനികമായ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി അഴിമതികൾ നടത്തുന്ന കാര്യത്തിൽ, ആയുധം വാങ്ങുമ്പോൾ നടത്തുന്ന കാര്യത്തിൽ എല്ലാം ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടരാണ് ഇവരെന്നും ഈ നയം മാറ്റുക എന്ന പ്രക്രിയയിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ബലപ്രദമായി ഇടപെടാൻ കഴിയുന്ന, പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്ന, ഈ സാമ്പത്തിക നയങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന, മതനിരപേക്ഷത ഉയർത്തി പിടിക്കാൻ കഴിയുന്ന ഒരു സംഘം ആളുകൾ ഇല്ലാത്ത ഇന്ത്യൻ പാർലമെന്റ് പ്രതിരോധമില്ലാത്ത ഒരു സ്ഥലമായിരിക്കും. ശരി വിജയരാഘവൻ, നിലപാട് വ്യക്തമാണ്. ഏതായാലും കൃത്യമായ രാഷ്ട്രീയ ചർച്ചകൾ കേരളത്തിൽ ഉയർന്നു വരട്ടെ, ഒരു താരമൂല്യവും അതിനെ ബാധിക്കാതിരിക്കട്ടെ. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ കൃത്യമായി പരിശോധിക്കപ്പെടേണ്ട തെരഞ്ഞെടുപ്പ് തന്നെയാണിത്. രാഹുൽ വയനാട്ടിൽ മത്സരിക്കാനെത്തുമ്പോൾ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തന്ത്രത്തെക്കാളും സ്ഥാനാർത്ഥിത്വത്തിന്റെ സന്ദേശം ഗൗരവമായി രാജ്യം നിരീക്ഷിക്കുകയാണ്. BJPക്കെതിരായ, മോദിക്കെതിരായ പോരാട്ടത്തിന് വയനാട് തട്ടകമാകുന്നത് എങ്ങനെ എന്ന ചോദ്യം പ്രസക്തമാണ്. എന്നാൽ കോൺഗ്രസ് ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. ഈ വിഷയങ്ങളാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിച്ചത്. വിജയരാഘവൻ, KVS ഹരിദാസ്, BRM ഷഫീർ, EP അനിൽകുമാർ, PP സുനീർ അടക്കമുള്ള ഈ ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുത്ത അതിഥികൾക്കെല്ലാം നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു.